നമ്മുടെ റൗണ്ട് ടേബിളിലെ കുറച്ച് ഇൻസ്പയറിംഗ് മൂമെന്റ്സ് ആണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്. ലൈക്ക് ബിഹൈൻഡ് ദ ലെൻസ്. Hi guys, this is Daisy David. I am a fashion photographer. Hi, it's me Yami. I am a fashion and a wedding photographer. Hey all, this is Kunjiparu, the woman behind the camera. എങ്ങനെ പോകുന്നു ലൈഫ് ശരിക്കും ആസ് എ ഫോട്ടോഗ്രാഫർ? ചെറുതായിട്ട് പണി കിട്ടിയ പോലെ തോന്നി. സ്കൂളിൽ നിന്ന് എനിക്ക് അത്രയും ട്രോമയാണ് കിട്ടിയത്. അവരുടെ അടുക്കളയിൽ പോയി കിടക്കണം, ഇത് തന്നെയാണ് എനിക്ക് 10 വർഷം ഞാൻ കേട്ടോണ്ടിരുന്നത്. കരയോ നീ? ഇത് ആർക്കും അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. തുടക്കത്തിൽ ഞങ്ങൾ കുറെ സങ്കടങ്ങൾ പറഞ്ഞങ്ങ് തുടങ്ങി. ഇനി കുറച്ച് ദാരിദ്ര്യം. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് സ്ട്രഗിൾ ചെയ്തത് ഇപ്പൊ അത്ര ഇല്ല, കാരണം നമ്മളത് അച്ചീവ് ചെയ്തു. ലൈക്ക് വി കൻ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ ടോക്കിംഗ് അബൌട്ട് പബ്ലിക് സപ്പോർട്ട് 0. അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നൊരു ദേഷ്യം, പക്ഷെ അത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഇസ് ഡയറക്ട്ലി എഫക്റ്റിംഗ് അസ്. ആൾക്കാരെ വന്നിട്ട് കമന്റ് ചെയ്യും, യാമി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്താണ് ഐ തോട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ഫീമെയിൽ ഫോട്ടോഗ്രാഫി ടീം. ഇവള് ഫുൾ ടൈം റിലേഷൻഷിപ്പിലാണ് ഉള്ള ആളാണ്. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ചേച്ചിക്ക് ചെക്കനും ഉണ്ട്, കെട്ടാനും റെഡി. യാമിക്ക് ചെക്കനുണ്ടായിരുന്നു, പക്ഷേ എന്നെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ആരാന്ന് ചോദിച്ചാൽ എന്റെ പേര് പറയും. അത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചേക്കാം. ഓ ഡെയ്സി. എനിക്ക് വരുന്നല്ല എൻ്റെ അനിയൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ്. സെയിം വേവ് ലെങ്ത് ആണ്, സെയിം ഇതാണെന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ ഇറ്റ് ബ്രോ. അല്ല എനിക്ക് ഏജ് കുഴപ്പമില്ല, ഞാൻ അവർക്കാണ് ഷിപ്പുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുക ശരിക്കും. അത് സത്യം. നാനോ ഷിപ്പ് അതിന് നിന്റെ പറ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. നമുക്കൊക്കെ ഇങ്ങനെ ചെക്കനൊക്കെ കിട്ടുമായിരിക്കും. ലാസ്റ്റ് എന്റെ വീട്ടിൽ ഭയങ്കര കല്യാണമെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. ഒരു ഫീമെയിൽ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ വാട്ട് റെസ്പോൺസ് ആണ് നമുക്ക്? മെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അവരുടെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല, ദേ ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹൈയാ. അങ്ങനെ ഒരു 2 പേരെ പറയൂ യാമി. നമ്മൾക്കാൾ നന്നായി ഷൂട്ട് ചെയ്ത് നമ്മൾക്കാൾ നന്നായി പിക്ചേഴ്സ് എടുക്കുന്ന ആമ്പിള്ളേരുണ്ട്. അവർക്ക് ആ റെക്കഗ്നേഷൻ ഇല്ലാതെ വരുമ്പോ, പക്ഷെ അത് നമ്മുടെ കുറ്റം അല്ല, മനസ്സിലായി. അപ്പൊ അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരും. പക്ഷെ ആ റെക്കഗ്നീഷൻ തന്നെ നമ്മളും കഷ്ടപ്പെട്ടാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ നമ്മുടെ റൗണ്ട് ടേബിളിലെ കുറച്ച് ഇൻസ്പയറിംഗ് വുമൻസ് ആണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്. ലൈക്ക് ബിഹൈൻഡ് ദ ലെൻസ്. അപ്പോൾ അവരുടെ ആ ഒരു ഫോട്ടോഗ്രാഫി വേൾഡിലൂടെ, അവരുടെ കണ്ണിലൂടെ കാണുന്ന ആ ഒരു ഫോട്ടോഗ്രാഫി വേൾഡിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോവാണ്. ആൻഡ് എങ്ങനെയായിരുന്നു അവരുടെ ഫോട്ടോഗ്രാഫി ജേർണി, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ ഇൻസ്പിറേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ വി ഹാവ് സം ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ ഐ എം വെരി ഹാപ്പി ഇന്ന് ഈ ഒരു പാനൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഫീമെയിൽസ് ഈ ഒരു വേൾഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എല്ലാ മേഖലകളിലും അവരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ട്രൂലി ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ അവരുടെ സ്റ്റോറീസ് ആണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സോ വി ഹാവ് ഡെയ്സി ഡേവിഡ്, യാമി ആൻഡ് കുഞ്ഞിപ്പാറു. വെൽക്കം. ഹലോ. ഹലോ, ഹായ്. ഞങ്ങൾ ശരിക്കും ഇങ്ങനെയല്ല. നീ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ടെൻഷൻ. പെട്ടെന്ന് മാറിയില്ല, അതെ പെട്ടെന്ന് മാറിയത്. അല്ല ഇൻട്രോ കഴിഞ്ഞു, ഇനി കൂളാവാൻ നമുക്ക്. പ്രേക്ഷകരോട് നമ്മുടെ ശരിക്കും ഇവളൊരു ഫോട്ടോഗ്രാഫർ. അതെ, ശരിക്കും ഒരു ഫോട്ടോഗ്രാഫർ ആവേണ്ട ആളായിരുന്നു ഞാൻ. ഒരു 2017-18 ആ സമയത്ത് നാരീസ് വെഡിങ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്ന സമയത്ത് ഐ വാണ്ടഡ് ഒരു ഫീമെയിൽ ഫോട്ടോഗ്രാഫി ടീം. സോ ആ സമയത്ത് വന്നൊരു കുട്ടിയാണ്, ആ സമയത്ത് കണ്ടതാണ് യാമീനെയും. അതെ, പക്ഷെ പൂച്ചയെ പോലെ പമ്മിയിരുന്ന കുട്ടി ഇങ്ങനെയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ദാറ്റ് വാസ് വെരി സർപ്രൈസിങ്. യാമി നിനക്ക് ഓർമ്മയുണ്ടോ ഇത് ആരാണ്? അപ്പൊ അന്ന് ഒന്നും സംസാരിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ ബാക്കി കുട്ടികൾ അറ്റ്ലീസ്റ്റ് അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഇവര് 2 പേരുണ്ടായിരുന്നു. വൺ മോർ ഫ്രണ്ട് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട്.
ഒരു ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു ഭയങ്കര മൂലയ്ക്ക് ബഹുമാനത്തോടു ഭയങ്കര ബഹുമാനത്തോടുകൂടി ഭയങ്കര ഇങ്ങനെയൊക്കെ ഇരുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഫോട്ടോഗ്രാഫർ ആവേണ്ട ആളായിരുന്നു. ഇത് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു, ഫാൻസിന് അറിയില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ ഞാൻ വഴിതിരിഞ്ഞ് പോയത്. പിന്നെ ഞാൻ ഇങ്ങനെ ആങ്കർ ആയിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സോ ഹാപ്പി, വി ആർ സോ ഹാപ്പി ടു സീ യു ലൈക്ക് ദിസ് ഓൾസോ. താങ്ക് യു ചേച്ചി. ഇപ്പോഴും ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടോ? ഇല്ല ചേച്ചി, സമയം കിട്ടുന്നില്ല. നീ ശരിക്കും ചെയ്യാറുണ്ടായിരുന്നോ? ഇല്ല, ആങ്കറിംഗിൽ കയറിയ പിന്നെ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അതിന് മുന്നേ ചെയ്യായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള പോലെ എനിക്കിപ്പോ പറയുമ്പോ ഓർമ്മ വരുന്നുണ്ട്. ഒരു പേജ് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ അറിയാലോ, പേജൊക്കെ തുടങ്ങി നമ്മൾ തന്നെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് നമ്മൾ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു ടൈം പീരീഡ് ഒക്കെ ഞാനിപ്പോ ഇങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ ഒരു പാനൽ സെറ്റ് ചെയ്യുമ്പോഴേ എന്റെ മനസ്സിൽ ആ ഒരു മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, മേഖലയിൽ ഞാൻ തകർക്കുന്ന. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അന്ന് നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ എല്ലാവരും ആ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള ഇതിൽ നിൽക്കായിരുന്നു. ഇപ്പോഴും നിങ്ങൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എങ്ങനെ പോകുന്നു ലൈഫ് ശരിക്കും ആസ് എ ഫോട്ടോഗ്രാഫർ? കുഴപ്പമില്ല. അത് ഐ മീൻ പണ്ടത്തെ പോലെ കൊറോണ വന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് ഐ തിങ്ക് അത്യാവശ്യം ചെറുതായിട്ട് പണി കിട്ടിയ പോലെ തോന്നി. പക്ഷെ ഇപ്പൊ ഒത്തിരി എന്താ പറയുക, കോമ്പറ്റീറ്റേഴ്സ് കൂടി ഫീമെയിൽ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ. കാരണം ഐ എം വെരി ഹാപ്പി ഓൾസോ. കാരണം ഫീമെയിൽസ് ഈ ഫീൽഡിൽ ഉള്ളത് തന്നെ നമുക്കൊരു പ്രൗഡാണ്. പക്ഷെ പണ്ടത്തെ അത്രയും വർക്ക് കിട്ടുന്നില്ല. അതായത് നമ്മൾ ഒരു എന്താ പറയാ, കുറെ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് വന്നതോടുകൂടി അവരുടെ ഒരു ബഡ്ജറ്റും നമ്മുടെ ബഡ്ജറ്റും തമ്മിൽ മാച്ച് ആവാതെ പീപ്പിൾ പ്രിഫർ ലോ ബഡ്ജറ്റ് പീപ്പിൾ. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു റേറ്റ് കുറയ്ക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. ആ ഒരു സ്റ്റാൻഡേർഡ് അത് മതി, ആ ഒരു ഇതില്. ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ പോകും. എന്റേത് നേരത്തെക്കാളും ബെറ്റർ ആയതിപ്പോഴാന്ന് തോന്നുന്നു. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് എ വെഡിങ് കമ്പനി. അപ്പോൾ ഞാനങ്ങനെ വെഡിങ്സ് എൻജോയ് ചെയ്യുന്ന ആളൊന്നുമല്ല. പണ്ട് എൻ്റെ അടുത്ത് ഡേയ്സി പറയും വെഡിങ് ആണ് നല്ലത്, നമുക്ക് പ്രോഫിറ്റ്. ഞാൻ എന്തിന് പ്രോഫിറ്റ്? നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, അതാണ് എൻ്റെ ഒരു മെയിൻ അജണ്ട. മനസ്സിലായി പൈസ, അത് കറക്റ്റ് ബോധം വന്ന്. പിന്നെ മനസ്സിലായി നമുക്ക് എല്ലാം വേണം. അതായത് അത് നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റണം. അതെ, അതുകൊണ്ട് മാത്രം വെഡ്ഡിങ്സ് തുടങ്ങിയല്ല. എനിക്ക് വെഡ്ഡിങ്സ് തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ യൂഷ്വലി കാൻഡിഡ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ അങ്ങനെ രണ്ട് ഇതുണ്ടല്ലോ, അത് രണ്ടും എടുക്കില്ല. ഞാൻ ഒരു എക്സ്ട്രാ ആളായിട്ടേ ഞാൻ പോകുള്ളൂ. സോ ദാറ്റ് എനിക്ക് ഇമോഷൻസ് ആണ് കൂടുതൽ എടുക്കാൻ ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് കുറേ ഷൂട്ട്സ് ചെയ്തിരുന്നു. വേറെ ആര് വിളിച്ചാലും നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്ന അങ്ങനെയുണ്ട്. അതൊന്ന് മാറി. എനിക്ക് കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ഒരുപാട് ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതിന് മുന്നേ പറയുന്ന കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് കൊറോണയ്ക്ക് ശേഷം കേട്ടോ നല്ലത്. ഞാൻ മാത്രമേ ഓർഡർ. അപ്പം ഡേയ്സ് അതിനൊക്കെ മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും. അതിന് മുന്നേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം എനിക്ക് കൊറോണയ്ക്ക് അതിന് ശേഷമാണ് ഞാൻ ക്യാമറ എടുത്തതും വർക്ക് ചെയ്തൊക്കെ തുടങ്ങിയത്. അപ്പം എന്തായാലും സന്തോഷമായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. പ്രൊഫൈൽ കാണുമ്പോൾ കൂടുതലും പോർട്ട്ഫോളിയോ ഷൂട്ട്സ് അല്ലെങ്കിൽ മോഡൽ ഷൂട്ട്സ് മാത്രം ചെയ്ത് കാണുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് എന്തുകൊണ്ട് വെഡ്ഡിങ് ചെയ്യുന്നത്. പക്ഷെ വെഡ്ഡിങ് ചെയ്യുന്നുണ്ട്. വെഡ്ഡിങ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സർവൈവലിന് വേണ്ടിയിട്ടാണ്. നീ എൻജോയ് ചെയ്യാറുണ്ട് വെഡിങ്ങിന് പോയിട്ട്? വെരി റീസെന്റ് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ്. അത് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് പോകില്ല. എൻ്റെ തന്നെ വെഡിങ് കമ്പനിയിലെ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ അത് എൻജോയ് ചെയ്യുന്ന ആളാണ്. അതായത് എന്നെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു പിക്ചർ വരുന്ന എനിക്ക് ആഗ്രഹമില്ല. ഭയങ്കര ഹെക്ടിക്കാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതൽ പിന്നെ മുഹൂർത്തം, അത് മിസ്സായി ടെൻഷൻ, പിന്നെ വീട്ടുകാരുടെ, പിന്നെ റിസപ്ഷന്റെ പിക്ചർ എടുക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഷോൾഡർ വേദന, പുറം വേദന, അങ്ങനെ കുറെ. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എൻ്റെ സ്വന്തം വെഡിങ്സിന് പോകുമ്പോൾ റൈറ്റ് നോ ഐ ആം എൻജോയിങ് ഇറ്റ് ബിക്കോസ് ഞാൻ ഒരു ആഡ് ഓൺ ഫോട്ടോഗ്രാഫറാണ്. യാമിക്ക് ആഡ് ഓൺ എന്ന് പറയുന്ന മാതിരി എനിക്ക് കുറെ മാനേജ് ചെയ്യണം, എല്ലാവരെയും ചെയ്യണം, അവരുടെ സ്റ്റേ കാര്യങ്ങളെല്ലാം നോക്കണം. അയ്യോ ഞാനും അതെ. പക്ഷെ ഐ മേക്ക് ഷുവർ എന്റെ കൂടെ ഫീമെയിൽസ് ആർ ലൈക്ക് യു നോ ദേ ആർ സേഫ് വിത്ത് മീ. ബിക്കോസ് ഇവള് ലീഡ് ചെയ്യുന്ന ഒരു ഫീമെയിൽ ഓറിയന്റഡ് അങ്ങനെ ഒരു ഫീമെയിൽ മാത്രമുള്ള ഒരു ഇതാണല്ലോ. ഞാൻ അങ്ങനെയല്ല. നമ്മളെല്ലാരും വിളിച്ച് എന്നിട്ട് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ കൂടുതൽ എക്സ്പോസിങ്ങിനൊക്കെ വിളിക്കുക. അപ്പോൾ നമുക്ക് അധികം എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല അല്ലേ? ഐ മീൻ ദേ നോ ഹൗ ടു ഡു ഇറ്റ്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിൽ ഫീമെയിൽ വർക്ക് ചെയ്യുന്ന ഒപ്പം പറയുന്ന പോലെ ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ ഫീമെയിൽസിനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി സെറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കൂടുതൽ ഭയങ്കര പോളിറ്റിക്സ്. ഞാൻ അവളുടെ കൂടെ കിടക്കൂല, എനിക്ക് സെപ്പറേറ്റ് റൂം വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല നിന്നെയല്ല ഉദ്ദേശിച്ചത്. സൈഡിലെ കാറ്റൊക്കെ പല ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് അങ്ങോട്ട് വേണം ക്ലാഷ് ആയിരുന്നു. വെറുതെ പറയാ
യാമി പിന്നെ എവിടെ വേണേലും കിടന്നോളും. സോഫയില നിലത്ത് എവിടെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എപ്പോഴും. Okay. ഐ ഡോണ്ട് ടേക്ക് ദ നെയിംസ്, പക്ഷേ ദർ ആർ ഫീമെയിൽസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് ഭയങ്കര പാടാ അവരെ മേയ്ക്കാനായിട്ട്. അറ്റ് ദ സെയിം ടൈം മെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാ. അവരുടെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല, ദേ ജസ്റ്റ് ഡു ഇറ്റ്. കാരണം മുഹൂർത്തം താലി കെട്ടിയത് വി കാൺ ഡു ദ റീടേക്ക്, റൈറ്റ്? അത് കറക്റ്റ് സമയത്ത് വേണം. പിന്നെ ഓപ്പോസിറ്റ് ടീമിന് ഇപ്പോൾ മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ ദേ ഹാവ് മെയിൽ ഈഗോ ഇഷ്യൂസ് ഓൾസോ. അപ്പോൾ ആ സമയത്ത് നമ്മൾക്കൊന്നും നമ്മുടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ കയറി നിൽക്കും അവര്, അല്ലെങ്കിൽ നമുക്ക് സ്ഥലമേ തരില്ല. ഐ മീൻ ഫീമെയിൽസ് ആർ കുറച്ചുകൂടി പൊക്കം കുറഞ്ഞ ആൾക്കാർ. അപ്പം നമ്മുടെ ഇടയിൽ കയറി നിന്ന് നമുക്കത് ഭയങ്കര, എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്താണ് ഐ തോട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ഫീമെയിൽ ഫോട്ടോഗ്രാഫി ടീം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് നാരീസ് വെഡിങ്. കാരണം എനിക്ക് ഒട്ടും, ഞാൻ മറ്റേ എലിക്കുഞ്ഞിനെ പോലെ കാലിന്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ എന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി നിർത്തും, പാവം കൊച്ചു ഇവിടെ നിന്ന് എടുത്തോന്ന് പറയാം. അല്ല, ഞങ്ങളുടെ ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ഒക്കെ ഭയങ്കരമായിട്ട് പെർസ്പെക്റ്റീവ് മാറി. ഇപ്പൊ ഒത്തിരി പണ്ടത്തെ കഥകളാട്ടോ. എനിക്ക് കുറച്ച് പ്രായമുണ്ട് പക്ഷെ ഇപ്പൊ ഒരുപാട് മാറി അല്ലേ? ഇപ്പൊ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കുറെ മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ്. അവർക്ക് തന്നെ ഒരു തോന്നലുണ്ട് നമുക്ക് അറിയില്ലാന്ന്. അവര് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ എടുത്താൽ കിട്ടൂട്ടോ, അങ്ങനെയൊക്കെ എടുത്തോളൂ, അങ്ങനെയൊക്കെ എടുക്കുന്ന പറയും. ബ്രോ വേണ്ട, എനിക്ക് ആ ഫോട്ടോ എനിക്ക് അറിയാന്ന് പറയുന്നേ. ഒരു ഡൗട്ട് ചോദിക്കുവാന്ന് വെച്ചാൽ അവരോടല്ല, അവർക്ക് പുച്ഛമായിരിക്കും അപ്പൊ തന്നെ. കുറേ ആൾക്കാർക്ക് എസ്പെഷ്യലി എന്നെയോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയോ ഇഷ്ടക്കുറവെന്ന് പറഞ്ഞാൽ നമ്മൾക്കാൾ നന്നായി ഷൂട്ട് ചെയ്ത് നമ്മൾക്കാൾ നന്നായി പിക്ചേഴ്സ് എടുക്കുന്ന ആമ്പിള്ളേരുണ്ട്. അവർക്ക് അപ്പൊ അവർക്ക് ആ റെക്കഗ്നേഷൻ ഇല്ലാതെ വരുമ്പോ, പക്ഷെ അത് നമ്മുടെ കുറ്റം അല്ല, മനസ്സിലായി? അപ്പൊ അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരും. പക്ഷെ ഇവളെക്കാൾ നന്നായി നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ വി ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് റെക്കഗ്നേഷൻ ആൻഡ് അറ്റൻഷൻ ആൻഡ് ദ ഫെയിം ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. അത് അവർക്ക് ഇനി കിട്ടുന്നില്ല, നമ്മൾ അതിനും നന്നായി, നമ്മൾ അതിലും എലിജിബിൾ ആണല്ലോ എന്ന് തോന്നുമ്പോൾ അവർക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും. പക്ഷെ നമ്മൾ ആ ദേഷ്യം ഡിസേർവ് ചെയ്യുന്നില്ല. പക്ഷെ ആ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പക്ഷെ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ അത് വൈ ദേ ആർ കോളിംഗ് ഇറ്റ് ഫീമെയിൽ ഫോട്ടോഗ്രാഫർ, അതെന്താ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ? പക്ഷെ അത് കാണുമ്പോൾ, അതായത് അവരെക്കാളും കൂടുതൽ ഷൂട്ട്സും കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ ആസ് എ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ. ഓക്കെ, ഇപ്പൊ ബ്രൈഡിന്റെയും ഇതിന്റെ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ they prefer female because we know the angle. നമുക്കറിയാം ഡബിൾ ചിഹ്നം കാണാതിരിക്കാൻ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ they prefer us. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നൊരു ദേഷ്യം. പക്ഷെ അത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഇസ് ഡയറക്ട്ലി എഫക്റ്റിംഗ് അസ്. നമ്മളെന്താ എഫക്ട് ചെയ്യണേ? തുടക്കത്തില് ഞങ്ങൾ കുറെ സങ്കടങ്ങൾ പറഞ്ഞങ്ങ് തുടങ്ങി. അതെ, ഇനി കുറച്ച് ദാരിദ്ര്യം അതിലേക്കൊക്കെ നമുക്ക് വരാന്ന്. പക്ഷെ അതിനു മുന്നേ ഓഫ്കോഴ്സ് ഇങ്ങനെ ഒരു പാനൽ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, ക്യൂരിയോസിറ്റി. എങ്ങനെ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു, എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു, ആരെങ്കിലും ഇൻസ്പയർ ആയി ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നതാണോ എന്നുള്ള അറിയില്ല. അല്ല, ഡേസിച്ചോടെ ഞാൻ കേട്ടിട്ട് തനിയെ യൂട്യൂബ് നോക്കി പഠിച്ച ഒരാളാണ്. ഞാൻ ആക്ച്വലി ഒരു ബാങ്കർ ആയിരുന്നു. ഐ ഡിഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് ഐ വർക്ക്ഡ് വിത്ത് യെസ് ബാങ്ക്. അത് കഴിഞ്ഞിട്ട് ഒരു 12th കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഫീൽഡിലോട്ട് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് സിനിമാറ്റോഗ്രാഫർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് പതിയെ മാറി ഫോട്ടോഗ്രാഫിയിലോട്ടായി. ആൻഡ് ദെൻ ഐ ടോൾഡ് മൈ മോം, ഡാഡ് എനിക്ക് ഇത് ചെയ്താൽ മതി. പക്ഷെ അവര് പെണ്ണുങ്ങൾക്ക് പറ്റിയ ജോലിയല്ല. ആ ഒരു സംഭവം നമ്മുടെ പണ്ടത്തെ അത് എല്ലാ വീട്ടിലും ഐ മീൻ ആ ഒരു ജനറേഷൻ. എന്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. എന്റെ ഫാമിലിക്കായിരുന്നു ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിട്ടൊരു സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ പിന്നെ ക്ലാസ് അല്ല, എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയ ട്രോമ. എനിക്ക് ഇപ്പോഴും എന്റെ പേര് അഞ്ജനാന്ന്. അത് ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് അഞ്ജനാന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ടെൻഷനാണ് ഇവർ എന്നെ എന്തിനാ വിളിക്കുന്നതെന്ന്. കാരണം സ്കൂളിൽ നിന്ന് എനിക്ക് അത്രയും ട്രോമയാണ് കിട്ടിയത്. കാരണം കരയോ നീ? എനിക്ക് കരച്ചിലല്ല എനിക്ക് വരണത്. കാരണം ഇപ്പോഴും റീച്ച് ആവട്ടെ. അല്ല, അവര് കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. പഠിക്കില്ലാത്ത കുട്ടിയാണെങ്കിൽ ഇങ്ങനെ വരണം എന്നുള്ളത്. ഞാൻ അന്നും ഇങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. നെയിൽ പോളിഷ് മാറിയിടും, നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഒതുങ്ങിക്കൂടി മാറിയിരിക്കണം. പഠിക്കില്ലാത്തവരുടെ കൂട്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ കൂട്ടുകൂടുന്നവരും എല്ലാവരും നല്ല പഠിക്കുന്ന പിള്ളേരാണ്. അവരോട് വഴക്കൂടും, അവരോട് പറയും എന്തിനാണ് അഞ്ചലോട് കൂട്ടുകൂടുന്നത്, വാട്ട് ഈസ് ദ റീസൺ? അക്കാഡമിക്സിലും മോശമായതുകൊണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലാത്ത പരിപാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണം. ഡാൻസ്, പാട്ട്, എല്ലാത്തിനും നമ്മൾ വേണം. അതിന് മാത്രമേ. അല്ലാതെ അതിലുണ്ടായിട്ട് കാര്യമില്ല എന്നാ പറയണത്. അതിലുണ്ടായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്ന കല്യാണം കഴിച്ച് ഏതെങ്കിലും ആരുടെങ്കിലും കൂടെ അവരുടെ അടുക്കളയിൽ പോയി കിടക്കണം. ഇത് തന്നെയാണ് എനിക്ക് 10 വർഷം ഞാൻ കേട്ടോണ്ടിരുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നിട്ട് പിന്നെ എപ്പോഴായിരുന്നു ഈ ഒരു
ഇതിലേക്ക് തിരിഞ്ഞ്? ഈ പറഞ്ഞ പോലെ പഠിക്കാൻ നമുക്ക് മാർക്കറ്റിംഗ് ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ. നമ്മളിങ്ങനെ പല കോഴ്സൊക്കെ പഠിച്ചു. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ ഇട്ട് വെറുതെ ഇട്ടിട്ട്, അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത്, നിനക്ക് കൊച്ചിത് നന്നായിട്ട് ചെയ്യാമല്ലോ, കൊച്ചിത് ചെയ്യ്. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും അനിയനാണുള്ളത്. ഒരു ഭയങ്കര സപ്പോർട്ട്. ചേച്ചിക്ക് ഹസ്ബൻഡുണ്ട്, പുള്ളി ഇപ്പം എനിക്ക് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നതല്ല ഇവർ തന്നെയാണ്. എൻ്റെ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ മമ്മി ടീച്ചറാണ്. അപ്പോൾ മമ്മിക്ക് ഈ ഫീൽഡ് അങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമല്ല, മീഡിയ ഫീൽഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് എങ്ങനെ രക്ഷപ്പെടും, ആ ഒരു സാധാരണ നമ്മുടെ ഇന്ത്യൻ പാരൻസിൻ്റെ മെൻറ്റാലിറ്റി തന്നെ. ആൻഡ് ദെൻ ഒരു ദിവസം ഞാൻ യെസ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ തന്നെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഷൂട്ട്സ്. ഞാൻ ഈ MTV സ്പിറ്റ്സ്വില്ല, പിന്നെ അന്തകാലം എന്ന് പറഞ്ഞാൽ അത്രയും പ്രായമൊന്നുമില്ല എനിക്ക്, എന്നാലും 2016 കാര്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ വന്ന് തുടങ്ങിയ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഷൂട്ട്സ്. കുറേ ആൾക്കാർ, ഒരു 100 ആൾക്കാർ അപ്രോച്ച് ചെയ്ത് ഞാനൊരു 50 ആൾക്കാരെങ്കിലും റിപ്ലൈ തരും. അതിലൊരു 25 ആൾക്കാർ ലൈക്ക് മേ ബി ഒരു 25 ഇല്ല, ഒരു 10 ലീഡ്സ് നമുക്ക് കിട്ടും. നമ്മൾ ഐ സ്റ്റാർട്ടഡ് ഷൂട്ടിങ്. അങ്ങനെ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ഐ സ്റ്റാർട്ടഡ് അപ്രോച്ചിങ് സെലിബ്രിറ്റീസ്. അപ്പൊ ബാങ്ക് ജോലി വിട്ടില്ലേ? ആ സമയത്ത് ഞാൻ വിട്ടില്ലായിരുന്നു. അതായത് സേഫ് വെച്ചായിരുന്നു. സാറ്റർഡേ സൺഡേസ് ഫ്രീ ആവുന്ന ദിവസങ്ങൾ ഞാൻ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഒരു ജോലിക്ക് പോയിട്ടില്ല. അത് പോണ്ട എൻ്റെ അമ്മ, എനിക്കത് ആലോചിക്കേ വേണ്ട. ഞാൻ ആ ഒരു ഡെസ്കിലിരുന്ന് ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ ഒരു കംബാക്ക് ഉണ്ടാവുന്നു. എനിക്ക് ആലോചിക്കാൻ പോലും, ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദിസ്, ഈ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇങ്ങോട്ടേക്ക് അപ്രോച്ച് വരാൻ തുടങ്ങി. കുറേ 2-3 സെലിബ്രിറ്റീസിനെ ചെയ്തപ്പോൾ തന്നെ അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ദേ ആർ റെഡി ടു പേ ഓൾസോ. അപ്പം ഞാൻ വിചാരിച്ചു 21,000 രൂപയ്ക്ക് ഞാൻ എന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഐ എം ഗെറ്റിംഗ് മോർ ദാൻ ദാറ്റ് ഫോർ 1 day, ഇത് 1 month. അതെ എക്സാക്ട്ലി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിട്ടു. ബാങ്ക് ജോലി വിട്ടപ്പോഴേക്കും വീട്ടിൽ നിന്ന് കട്ടപ്പുച്ചം. പക്ഷെ ഞാൻ പിന്നെ ഐ ഡിസൈഡഡ് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ്, വീട്ടുകാരൊപ്പം നിൽക്കരുത്, ഇറങ്ങിപ്പോകോ, എന്നിട്ട് ജസ്റ്റ് ഡു ഇറ്റ് വാട്ട് യു ലൈക്ക്. കാരണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ നമ്മൾ മെന്റലി നമ്മൾ ഭയങ്കര ഇതാവും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ 27 വയസ്സ് വരെ വീട്ടിൽ തന്നെയായിരുന്നു. 27 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലേക്ക് വന്നത്. ഞാനും എന്റെ അച്ഛനാ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഷൂട്ടിന്. എന്റെ അച്ഛൻ എത്ര മണിക്കൂർ വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. ഞാൻ ഇപ്പൊ കൊച്ചിയിൽ സ്റ്റേ ചെയ്യുന്ന എന്റെ ബ്രദറിന്റെ കൂടെയാണ്. ഇപ്പം ഞാനൊരു ഷൂട്ടിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പോകുന്നേക്കും, വിഷ്ണുകൂട്ടം മാറിയില്ല, അവൻ എന്താ വരാത്തത്, അവനെ വിളിച്ച് ചോദിക്കും എന്താ വീട് കൂടെ പോകാതിരുന്നത്. ആ വീടോടെ അവനാണെങ്കിലും ഇപ്പം നമുക്ക് ഷൂട്ട് ഇപ്പം ചിലപ്പോൾ രാവിലെ 3 മണി 4 മണിക്കൊക്കെ ആവുള്ളൂ. ആ ടൈമിലും അവൻ റെഡിയാണ് വരാനായിട്ട്. ഇപ്പോഴും ഫുൾ ഫാമിലി ചേട്ടൻ, അനിയൻ, അമ്മായി എല്ലാരും. എന്റെ വീട്ടില് അതായത് സപ്പോർട്ട്, അതൊരു എന്നെ ഇഫ് ഇറ്റ് ഇസ് മേക്കിംഗ് മീ ഹാപ്പി, എന്റെ സന്തോഷം, ഞാനൊരു കാര്യത്തിൽ സന്തോഷമാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷം. അങ്ങനെയാ. അതല്ലാതെ എന്നെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന് പോയേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ അടുത്തായിട്ട് പറയുന്നത് വേറെ നല്ല ജോലിക്ക് പോയി. ഇവളുടെ അമ്മ എല്ലാ ദിവസവും മറ്റേ തൊഴിൽ വാരം എന്തെങ്കിലും ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ വീട്ടിൽ നല്ല ഉറപ്പാണ് ഞാൻ ഒരു പണിക്ക് പോയിട്ടാണ്. എന്റെ വീട്ടുകാർക്ക് എന്റെ മേലെ എന്തോ ഒരു ഹോപ്പ് ഉണ്ട്. എനിക്ക് പ്രതീക്ഷയുടെ അമിതഭാരമില്ലാത്ത കൊച്ചായിരുന്നു ഞാൻ. ചേച്ചിക്കും ഉണ്ട്, അനിയനും ഉണ്ട്, എനിക്ക് മാത്രമില്ല. ഞാൻ കൊച്ചിന് ഇഷ്ടമുള്ളത് ചെയ്തു. കൂടുതൽ പറഞ്ഞ് കൂടുതൽ വെറുപ്പിക്കണേ ഞാൻ വിചാരിച്ചിട്ട് അവരും കൂടുതലൊന്നും പറയാനുള്ള. ഇത് തന്നെ അവർക്ക് വലിയ കാര്യം. യാമി എങ്ങനെയായിരുന്നു ഇതിനകത്തേക്ക് വന്നത്? ആക്ച്വലി ഫോട്ടോ എടുക്കാൻ പണ്ട് ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ട്രാവലൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാനൊരു വാണ്ടർലസ്റ്റാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഞാൻ ആ സ്ഥലം എടുക്കും, ഗൂഗിൾ ഫോട്ടോസ് എടുക്കും അതിൽ. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ ഫസ്റ്റ് 1, 2, 3 പിക്ചേഴ്സ് ഭയങ്കര ഐ ക്യാച്ചി ആയിട്ട് പിക്ചേഴ്സ് ഉണ്ടാവും. ഞാൻ അവിടെ പോയിട്ട് ഇതേ ഫോട്ടോ എടുക്കാൻ നോക്കും, ആ ഗൂഗിളിൽ ഞാൻ കണ്ട പോലത്തെ പിക്ചേഴ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരി എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കാനായിരുന്നു. അത് വെരി റീസെൻ്റ്ലി ഞാൻ റിയലൈസ് ചെയ്തത്. അതുവരെ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് റിസൈൻ ചെയ്തു. അത് പക്ഷേ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല റിസൈൻ ചെയ്തത്, വെറുതെ മടുത്തപ്പോൾ റിസൈൻ ചെയ്തതാ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പണിയൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു പെയ്ഡ് വർക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യത്തെ പെയ്ഡ് ഷൂട്ട് ചെയ്യുന്ന എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അത് ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പരിപാടിക്ക് ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ട് ക്യാമറയൊക്കെ എടുത്തിട്ട് ചോദിച്ചില്ല നീ എടുത്താൽ മതി. അങ്ങനെ എടുത്താണ് ഫസ്റ്റ് പെയ്ഡ് ഷൂട്ട്. ഇത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പക്ഷെ ക്യാമറയൊക്കെ മേടിച്ച് വെരി റീസെൻ്റ്ലി. ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ട് 7 years. ഞാൻ എന്തോരം
പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം യാമിയുടെ അടുത്ത്. പക്ഷേ യാമി എനിക്ക് ക്യാമറ ഒരിക്കലും വാങ്ങാൻ അവൾക്ക് അങ്ങനെ എനിക്കൊരു തോന്നിയിട്ടില്ല ക്യാമറ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. തോന്നിയപ്പം മേടിച്ചു. ഒരു 2 years എന്തോ ആയി ഒരു ക്യാമറ മേടിച്ചിട്ട്. അതിന് മുന്നേ ഞാൻ ഒന്നുകിൽ ഡീസിലെ ക്യാമറ എടുക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഞാൻ റെന്റ് ചെയ്യും, എന്നിട്ട് ഞാൻ പോയി ഷൂട്ട് ചെയ്യുന്നല്ലാതെ. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇതല്ലാതെ വേറെ പണി അറിയില്ല, അത് വേറൊരു കഴിവുമില്ല, ഇത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇതൊരു കഴിവാണ്, അങ്ങനെ പറയരുത്. അല്ല വേറൊരു കഴിവില്ല, അത് ഇത് കഴിവാണ്. അല്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വേറെ ആൾക്കാർ സമ്മതിക്കില്ലെങ്കിലും എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസം. അത് മാത്രം മതി നമുക്ക് ലൈഫിൽ. നമുക്ക് വേറെ ആരുടെ വിശ്വാസം വേണ്ട. അല്ല ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഞാനും ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ ഇപ്പോഴും ഉണ്ടാവും എന്റെ മെസ്സേജിന്റെ ഇതിനകത്ത് ഒരു ഷൂട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു ഒത്തിരി പേർക്ക് നമ്മൾ മെസ്സേജ്. അപ്പൊ അതിലൊരു 100 പേർക്ക് അയച്ചാൽ ചിലപ്പോൾ 2 പേരായിരിക്കും നമുക്ക് റിപ്ലൈ തരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തായിരിക്കും നമ്മൾ ഈ ഒരു ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും. എസ്പെഷ്യലി പറഞ്ഞാൽ സെലിബ്രിറ്റീസിനാണ് നമ്മൾ കൂടുതൽ അയച്ചിട്ടുണ്ടാവുക. എങ്ങനെയെങ്കിലും ഒന്ന് ഫോട്ടോ ക്ലിക്ക് ആവണമെങ്കിൽ സെലിബ്രിറ്റീസിന്റെ ഫേസ് വന്നാൽ നമ്മളൊന്ന് ക്ലിക്ക് ആവുന്ന. പക്ഷെ ഞാൻ ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഡെയ്സി വന്നു. പക്ഷെ ഡെയ്സി മുംബൈ ബേസ്ഡ് ഫോട്ടോഗ്രാഫറാണ് ആ ടൈമില്. അപ്പൊ ഈ പറഞ്ഞ പോലെ കുഞ്ഞിപ്പാറിന്റെ വീട്ടിൽ നിന്ന് എന്തോ അപ്പൊ ഞാൻ മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ആക്റ്റീവായിട്ട്. പിന്നെ ഡെയ്സി വന്നു, പക്ഷെ ഡെയ്സി മുംബൈ ബേസ്ഡ് ഫോട്ടോഗ്രാഫറാണ്. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് 1-2 ചെയ്ത് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ആഡ് ചെയ്യണം. സാരീസ് വെഡിങ്സിന്റെ ഇത് ഇട്ട സമയത്ത് ഒത്തിരി ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത പേരാണ് യാമി. അത് പറയാനാണോ എന്നാ പറഞ്ഞോ? അപ്പൊ എനിക്ക് കൂടുതൽ ആൾക്കാരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. 1-2 പേരെ അടുത്ത് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് അവരായിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ പിന്നെ എനിക്ക് ഈ സെലിബ്രിറ്റീസിന്റെ മാനേജേഴ്സോ അല്ലെങ്കിൽ അവർ ഡയറക്ടോ എനിക്ക് മെസ്സേജ്, അപ്പൊ അങ്ങോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത ആ ഒരു കൾച്ചർ എനിക്ക് അറിയില്ല. ഡേയ്സ് പിന്നെ ഞാനിത് മെനക്കെടുവില്ല, വർക്കില്ലെങ്കിൽ വർക്കില്ലാത്ത പോലെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും മെസ്സേജ് അയക്കി നീ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി. നമ്മൾ വയ്യ ഡേയ്സി എന്തിനാണൊക്കെ. അപ്പൊ അവര് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഷൂട്ട് ചെയ്യണ്ടേന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് വരികയായിരിക്കും. പക്ഷെ ആ ഒരു ടൈമിൽ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ വാട്ട് റെസ്പോൺസ് ആണ് നമുക്ക്? എനിക്കെല്ലാം ഗുഡ് റെസ്പോൺസ്. എനിക്ക് ഒരു 1 or 2 ഇത് മാത്രമേ ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത്, ഏതിൽ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ടായിരുന്നു. പിന്നെ മുംബൈയിലായിരുന്ന സമയത്ത് ഞാനൊരു ഫീമെയിൽ ഒരു ബ്ലോഗർ ആയിരുന്നു. ഷീ ഈസ് നോട്ട് ഇവൻ എ മോഡൽ, ഷീ ഈസ് എ ബ്ലോഗർ. അപ്പോൾ കുറേ ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ഞാൻ പുള്ളിക്കാരിക്ക് ടെക്സ്റ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നോ ഐ ഡോണ്ട് ഷൂട്ട് വിത്ത് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ്, ഐ നോ യു ഡോണ്ട് നോ ടു ക്ലിക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ അതേ സെയിം ആൾ. അന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി, അത് സ്വാഭാവികം. ഈ സെയിം ഗേൾ ഷീ ടെക്സ്റ്റഡ് മീ ആഫ്റ്റർ 3 years. എൻ്റെ ഡേസി ഡേവിഡ് ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു പേജ് ഉണ്ട്, അതിനകത്ത് ടെക്സ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ആലോചിച്ചു, മറ്റേതിൽ ഞാൻ അവളെ ബ്ലോക്ക് ചെയ്തേക്കുന്നതാ. ഷീ വോണ്ടഡ് ടു ഷൂട്ട് വിത്ത് മീ. കാരണം ഐ സ്റ്റാർട്ടഡ് ഷൂട്ടിങ് MTV സ്പിറ്റ്സ്വില്ല റോഡീസ് കണ്ടസ്റ്റൻസിനൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് ഷീ ഓൾസോ വോണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ദിസ് MTV റിയാലിറ്റി ഷോ. ആൻഡ് ദെൻ ഞാൻ പിന്നെ ഇതിലെടുത്ത് നോക്കിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. ഞാൻ അത് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു പുള്ളിക്കാരുടെ അടുത്ത്, യു റിമെമ്പർ ദിസ് കോൺവെർസേഷൻ എന്നോട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ സോ ടിറ്റ് ഫോർ ടാറ്റ്. ഫീമെയിൽസ് കുറെ പേർക്ക് ഫോട്ടോസ് പല രീതിയിൽ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് മേ ബി കൂടുതലും ഫീമെയിൽസിന്റെ കൂടെ തന്നെ ആയിരിക്കാം. അപ്പോൾ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ കൂടുതലും? അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ അവർ പറയാറ്? ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ഇത്രയും ഭംഗിയായിട്ട് എന്നെ വേറൊരു ഫോട്ടോയിൽ കണ്ടിട്ടില്ല എന്നൊരാൾ പറയുന്നതാണ്. അതാണ് ഏറ്റവും അടിപൊളി കോംപ്ലിമെന്റ്. ഒരാളുടെ സ്കിന്നിലോ അവരുടെ ബോഡി ടൈപ്പിലോ എന്തെങ്കിലും അവരുടെ അപ്പിയറൻസിലോ കോൺഫിഡന്റ് ആവുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂലല്ലോ. ഈ എഡിറ്റ് പോലും ചെയ്യാതെ ഇറ്റ് ലുക്സ് സോ ഗുഡ് എന്ന് പറയുന്നത് തന്നെ അതും. അതെ, അപ്പൊ ഈ ഫീമെയിൽ നമ്മള് റോയ് അടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ഇത് എഡിറ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്കൊരു സന്തോഷം, അത് എഡിറ്റ് പോലും ചെയ്തിട്ടില്ല, പക്ഷെ നാച്ചുറൽ. അപ്പോൾ ഇവർ കൂടുതൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ കംഫർട്ടബിൾ എങ്ങനെ പോസ്റ്റ് ചെയ്യാനും. അവരുടെ ഇപ്പം ഏതെങ്കിലും ബോഡി പാർട്ട് കണ്ടാലും അത് മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം മോശമായിട്ട് അതിനെ കാണുന്നതല്ല. നല്ല ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും അതിനെ ഒരു ഈവൻ ഇഫ് ഇട്ട് സെമിന്യൂഡ് തന്നെ ആർട്ടായിട്ട് കാണുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആണ് കൂടുതലും ഉള്ളത്. മെയിൽ ഫീമെയിൽ അങ്ങനെ ഒന്നുമില്ല അതില്, നമുക്ക് അങ്ങനെ ഒന്നും തോന്നൂല. നമ്മൾ ആർട്ട്. അപ്പൊ പിന്നെ ആൾക്കാർ ഇപ്പം കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫീമെയിൽസ് കുറച്ചും കൂടി ഫീമെയിൽസിന്റെ കൂടെ നോട്ട് ഓൺലി ദ ഫോട്ടോഗ്രാഫർ, ദ സ്റ്റൈലിസ്റ്റ്, ദ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ദ ഡിസൈനർ, എല്ലാ ഫീമെയിൽസ് ആകുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ കംഫർട്ട് ആയിരിക്കും. അവിടുത്തെ എനർജി തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് വേറെ ആരും പേടിക്കില്ല. നോബഡി ഈസ് ദേർ ടു ജഡ്ജ്. എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും കാണിക്കാം.
അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ അടുത്തുള്ള എനർജി. അതായത് ദേ വിൽ ബി വെരി കോൺഫിഡന്റ്. ഇപ്പോൾ നമ്മൾ ലൈറ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞു ചോദിക്കുക, ഈ പറഞ്ഞ ഫോട്ടോ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ടെൻഷൻ പിടിച്ച പരിപാടി അതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ആയിരിക്കും ലൈറ്റിംഗ് എന്നുള്ളത്. അതിപ്പോൾ ഈവൻ നമ്മൾ ലൈറ്റ്സ് യൂസ് ചെയ്ത് ഇപ്പം നാച്ചുറൽ ലൈറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ പോലും അവിടെയും ലൈറ്റിംഗ് അത് കുറെ പേരുടെ മിസ്കോൺസെപ്റ്റ് ആണ്. അത് നാച്ചുറൽ ലൈറ്റിൽ എടുത്താൽ നമുക്ക് കൂടുതലൊന്നും അറിയണ്ട. എന്നാൽ എക്സ്റ്റേണൽ ലൈറ്റ്സ് വെച്ചാൽ അറിഞ്ഞാൽ, ഞാൻ പേഴ്സണലി എനിക്ക് എക്സ്റ്റേണൽ ലൈറ്റ്സ് വെച്ച് ഷൂട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. കൂടുതൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മുന്നേ അപ്പം നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ ഒന്നും അറിയണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷെ നാച്ചുറൽ ലൈറ്റിൽ ലൈറ്റിംഗ് അറിയാതെ ഫോട്ടോ വരില്ലല്ലോ. അതെ, സൂര്യൻ നീങ്ങുന്ന അനുസരിച്ച് നമ്മളും നീങ്ങണമല്ലോ. ബുദ്ധിയുണ്ട്, ഞാൻ ഫോട്ടോ അല്ല. ഇപ്പൊ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയാ ആദ്യം പഠിച്ചത്? ഞാൻ ആക്ച്വലി ഞാൻ ലൈറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഈവൻ ഇഫ് ഐ ഡു ഔട്ട്ഡോർ ഐ പ്രിഫർ യാമിയുടെ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ യാമി നാച്ചുറൽ ലൈറ്റിന്റെ ആളാണ്. പക്ഷെ എനിക്ക് യാമിനെ പോലെ ഫോട്ടോ എടുക്കാൻ അറിയില്ല. ലൈക്ക് ഷീ ഈസ് സോ പെർഫെക്റ്റ് ഇൻ ദാറ്റ്. പക്ഷെ എനിക്ക് ഐ നീഡ് എക്സ്റ്റേണൽ ലൈറ്റ്സ് അല്ലെങ്കിൽ റിഫ്ലക്ടർ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അല്ലാതെ ഷൂട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ലൈറ്റിങ് പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണ് എല്ലാം പഠിച്ചേക്കുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ഒരു സ്റ്റുഡിയോയിലായിരുന്നു മുംബൈയിൽ. അന്ന് അവിടെ എത്തുന്ന വരെ പോലും എനിക്ക് ഈ സ്റ്റുഡിയോ ലൈറ്റ്സ് വെച്ചിട്ട് എങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത്, അസിസ്റ്റൻസ് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ മോഡലും. ആ ഷൂട്ട് ഇസ് ദ ബെസ്റ്റ് ഷൂട്ട് I've ever done എന്ന് പറയാം. കാരണം ആരുടെ ഒരു സഹായം ഇല്ലാതെ ഐ ഡിഡ് ഇറ്റ്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് ലൈറ്റ്സ്. അതായത് ബാക്ക് ലൈറ്റ് കൊടുക്കുന്നതും ഫ്രണ്ട് ലൈറ്റ് കൊടുക്കുന്നതും. ഇനിയിപ്പോൾ ബീച്ചിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ലൈക്ക് സൺ ബാക്കിലായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ലൈറ്റ് കൊടുത്തിട്ട് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. അപ്പം ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ലൈറ്റിങ്. എനിക്ക് നല്ല വെളുപ്പിനുള്ള ലൈറ്റ് ഇഷ്ടമാണ്, പക്ഷെ ആ സമയത്ത് എണീക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ 5 മണിക്ക് ഒരു 4:30 ഭയങ്കര ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന സമയത്ത് ലൈറ്റാണ് എനിക്കിഷ്ടം. പക്ഷെ വെരി റീസെൻ്റ്ലി എനിക്കൊരു 6 മണിയൊക്കെ ശേഷം ഈ സൺസെറ്റ് കഴിയുമ്പോൾ ഒരു ലൈറ്റ് വരുമല്ലോ, കുറച്ച് ഇരുട്ടാ. അപ്പം ഫോട്ടോസിലൊക്കെ തനിയെ ഗ്രെയിൻസ് കയറും. ഗോൾഡൻ ലൈറ്റ് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരാണോ ഉള്ളത് അവരെ ഞാൻ ഷൂട്ട് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നില്ല ആ സമയത്താണ് ആ ആളെ കാണാൻ വേണ്ടി ഭയങ്കര, എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻ ടോൺസ് ഭയങ്കര രസമാണ് ഗോൾഡൻ ലൈറ്റിൻ്റെ ഇടയിൽ. അപ്പോൾ ആരാണോ ഉള്ളത്, ഇപ്പോൾ അഞ്ജന പറഞ്ഞ പോലെ തന്നെ, സോറി കുഞ്ഞിപ്പാറ്, പേരാണ് അഞ്ജന ഗോപിനാഥ്, പക്ഷെ എല്ലാവരും കുഞ്ഞിപ്പാറന്നേ അറിയുള്ളൂ. കുഞ്ഞിപ്പാറ് പറഞ്ഞ പോലെ എൻ്റെ സ്നാപ്പിൽ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഗോൾഡൻ ആറിൻ്റെ ഒരു സ്നാപ്പ് ഉണ്ടാവും. ബിക്കോസ് എൻ്റെ റൂമിലേക്ക് ലൈറ്റ് വരും. ഇത് എവിടെ ലൈറ്റ് കണ്ടാലും ഞാൻ അപ്പോൾ എക്സൈറ്റഡ് ആവും. എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നും വേണമെന്നില്ല, അത് ഇൻസ്റ്റന്റ്ലി എൻ്റെ മൂഡ് ഭയങ്കര ലിഫ്റ്റ് ചെയ്യും. എനിക്ക് ലൈറ്റ് എവിടെയെങ്കിലും കണ്ടാൽ മതി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് ആസ് എ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ്? ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയാണ്? ഫാഷൻ ഫോട്ടോഗ്രാഫി അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ ലൈക്ക് അത് ആരെങ്കിലും ബാധിക്കുന്നുണ്ടെന്ന്. കാരണം ദാറ്റ്സ് മൈ ഷൂട്ട്. ഐ എം ദ ലൈക്ക് ഹോൾ ഞാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ വെഡിങ്ങിന് പോകുമ്പോഴാണ് അന്തകാലം അഗൈൻ. യു ഷുഡ് സേ ദാറ്റ് ഡിഫറൻസ്. ഇപ്പൊ അന്നത്തെ കാലത്ത് എന്തൊക്കെയായിരുന്നു ഫേസ് ചെയ്തിരുന്നത്, മാറിയപ്പോ എന്തൊക്കെയാണ്? കാരണം ആ സമയത്തൊക്കെ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുരുക്കം, ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വെഡിങ്ങിന് പോകുമ്പോൾ ഇപ്പൊ 70-200 ഒക്കെ പുട്ടൂറ്റി പോലത്തെ ലെൻസൊക്കെ കൊണ്ടുപോകുമ്പോൾ അമ്മച്ചിമാർക്ക് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര, ഇത്തിരി കോളുള്ളൂ മോളെ ആ ക്യാമറ ഒന്ന് തരുമോ, ഇത്രയും ഭാരമുള്ള ക്യാമറ വെച്ചിട്ടാണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോ എന്താന്നുള്ളത്. അല്ലെങ്കിൽ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. അമ്മച്ചിമാർക്ക് ഭയങ്കര കാര്യമായിരുന്നു നമ്മളെ. പക്ഷെ അതിന്റെ അറ്റ് ദ സെയിം ടൈം അപ്പച്ചന്മാരുണ്ട്, അവര് വന്നിട്ട് ആ ഫോട്ടോ എടുത്തൊന്നും കാണിച്ച് എപ്പോഴും ചോദിക്കും. അതായത് ഇവര് ചെറുക്കൻ്റെയോ പെണ്ണിന്റെയോ ഏതോ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയിരിക്കും. പക്ഷെ ഇവർ വന്നിട്ട് നമ്മളെ ഭയങ്കര, അപ്പം നമ്മുടെ കോൺഫിഡൻസ് കുറയും. അതായത് ഇവരെന്തിനാ എൻ്റെ അടുത്ത് വേറെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് എന്താ പോയി ചോദിക്കാത്തത്? പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ തന്നെ നമുക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുമ്പോൾ ഇവരും നമ്മളെ ഭയങ്കരമായിട്ടും എന്താ പറയുക, വല്ലതും എടുക്കാൻ അറിയോ ആ ഒരു മൂഡൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ നമ്മളത് റീബിൽഡ് ചെയ്ത് വന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പൊ എന്താ പറയാ, മുസ്ലിം വെഡിങ്സിനൊക്കെ ദേ വോണ്ട് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ്. ഒന്ന് വരുമോന്ന് ചോദിച്ചിട്ടൊക്കെ നമ്മള് ഓരോ, അതെ, അപ്പൊ ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് സ്ട്രഗിൾ ചെയ്തത് ഇപ്പൊ അത്ര ഇല്ല. കാരണം നമ്മളത് അച്ചീവ് ചെയ്തു, ലൈക്ക് വി കൻ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. യെസ്. പക്ഷെ ടോക്കിംഗ് അബൌട്ട് പബ്ലിക് സപ്പോർട്ട് 0. എനിക്ക് ഏറ്റവും കൂടുതൽ ബുള്ളിങ് ഒക്കെ ഈ സൈബർ എന്താടി പറയാ, സൈബർ ബുള്ളിങ്ങോ, അത് യാമിയുടെ സ്പെഷ്യാലിറ്റിയാണ്. കോൺട്രവേഴ്ഷ്യൽ ഷൂട്ടേ ചെയ്യും. ആൾക്കാരെ വന്നിട്ട് കമന്റ് ചെയ്യും, യാമി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെ,
എന്താ പിന്നെ ചുമ്മാ ചെയ്തിട്ട് എന്തിനാ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അതെ അതിലും കാണണ്ടേ 10 പേര് പറയണ്ടേ എന്നെ നല്ലത് പറയില്ലെങ്കിൽ ചീത്തയെങ്കിലും പറയുന്നത് പിന്നെ പക്ഷെ അതൊന്നും മാത്രല്ല സോ വെരി റീസെന്റ് ഞാൻ കേൾക്കുന്നതാണ്, ഇതിന് മുന്നേ ആൾക്കാർ ഇത് പറയുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ കേൾക്കുന്നതാണ് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഇടുന്ന ഫോട്ടോസ് ഞാനല്ല എടുക്കുന്നതെന്ന്, വിച്ച് ഇസ് എ ബ്ലണ്ടർ. മനസ്സിലായി? അതായത് ഞാൻ കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, പിന്നെ അവർക്ക് പറയാമല്ലോ യാമി കൂടെ ഒരാളെ കൂടെ കൊണ്ടുവന്നിരുന്നു, അയാളാണ് ഇതെല്ലാം എടുത്തിട്ട് പോയത്. എൻ്റെ കൂടെ വരുന്ന അസിസ്റ്റൻസിനെ പോലും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ, ഇപ്പം എൻ്റെ ഷൂട്ടാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈ ഷൂട്ട്, ഞാൻ അങ്ങനെ BTS പോലും ഒരാളെ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ എടുക്കുന്ന ഫോട്ടോസ് അത് ഞാൻ പണ്ടൊക്കെ മോശമാണ്, അയ്യേ അവളെക്കാൾ നന്നായി നമ്മൾ, അതൊക്കെ ഓക്കെ, അത് ട്രൂത്ത് ആയിരിക്കും ആൾക്കാർ പറയുന്നത്, എന്നെക്കാൾ നന്നായി ഫോട്ടോ എടുക്കുന്ന എത്ര ആളുണ്ട്. അപ്പോൾ പക്ഷേ അതല്ല, അത് വിട്ടിട്ട് ഫോട്ടോസ് എടുക്കുന്നതേ ഞാനല്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ഇങ്ങനെ കയറി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നതേ യാമി അല്ലെങ്കിൽ ഇപ്പം എങ്ങനെ എൻ്റെ ഷൂട്ടെല്ലാം യാമിയാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞെന്താ ഇപ്പം ഏതോ എവിടെയോ പോയി കോഴ്സൊക്കെ ചെയ്ത് പഠിച്ച്, ഏത് കോഴ്സ്, ആരും ഫീസ് തന്നു കോഴ്സിന്? 10 പൈസ പഠിക്കാൻ. എൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് വീക്ക് അവളുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഡെയ്സിനെ വിളിക്കുന്നതാ, ഡെയ്സി. അപ്പൊ ഡെയ്സി അത് പറഞ്ഞപ്പോഴൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു വർഷത്തിൽ 3 ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് എന്ത് ഹേറ്റിനാ, എന്തിനാണ് ആ ഹേറ്റ്? ആകെ 3 എടുക്കണം, അത് ഞാനല്ല എടുത്തേന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? ഇപ്പൊ പബ്ലിക്കിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോ ഇപ്പൊ ഞാനും ഒക്കെ എടുത്തിരുന്ന സമയമൊക്കെ പെങ്കൊച്ച് ഫോട്ടോ എടുക്കുന്നോ, അവൾക്ക് ഫോട്ടോ എടുക്കുവോ? പിന്നെ അത് കുറെ മാറി, ആദ്യമൊക്കെ അടിപൊളി നോട്ടൊക്കെ മാറി, ഇപ്പൊ ഈ ഒരു സാധനമായി മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ പബ്ലിക്കിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടോ ഇനീഷ്യൽ പീരീഡിലൊക്കെ? ഞാൻ പിന്നെ എനിക്ക് ഞാൻ മൈൻഡ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞു ഞാൻ മൈൻഡ്, അത് എന്നെ എഫക്ട് ചെയ്യാറേ ഇല്ല. ഇപ്പൊ സീരിയസ്ലി നമ്മളിതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുവരിക്കും, പക്ഷെ ആളുകൾ അത് നമ്മളൊരു പ്രൊഫഷണൽസ് ആയിട്ട് കാണുന്നില്ല എന്ന് എപ്പോഴും. എന്താ ജോലി എന്ന് ചോദിക്കും. ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ അല്ല, അതല്ലാതെ എന്ത് ജോലി, ശരിക്കുള്ള ജോലി എന്താ? അതുകൊണ്ട് ഞാനിപ്പോ എല്ലാവരോടും ബിസിനസ് എന്ന് പറയും. ബിസിനസ് അല്ല ശരി, ഞാനും വെഡിങ് കമ്പനി, ഞാനതെ കാരണം എക്സ്പ്ലെയിൻ ചെയ്തത് കാര്യങ്ങളൊന്നും പറയാനില്ല. നീ കൂടെ ഒരു വെഡിങ് കമ്പനി പറയാൻ നിനക്ക് ബിസിനസ് എന്ന് പറയാം. നീ പറ ബിസിനസ് എന്ന്. അല്ല, ഇപ്പൊ നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഫേസ് വാല്യൂ കൂടെ അതിന്റെ ഒപ്പം കിട്ടാന്ന്, അതൊരു ബ്ലെസ്സിംഗ് സത്യം പറഞ്ഞാൽ. അത് മുന്നേ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നോ ഇങ്ങനെ നമ്മളെ സെൽഫ് മാർക്കറ്റ് ചെയ്യാന്നുള്ള? മാർക്കറ്റിംഗ് ഈസ് ദ ബെസ്റ്റ്, കാരണം നോബഡി വിൽ സപ്പോർട്ട് യു, ഈവൻ ഇഫ് യുവർ ഫാമിലി ഓർ ഫ്രണ്ട്സ് they want you to grow, പക്ഷേ they don't want you to grow more than them. നിന്നെ മാർക്കറ്റ് ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരും നിനക്ക് വേണ്ടി അടിപൊളി ഫോട്ടോഗ്രാഫർ ഉണ്ട് എന്ന് പറഞ്ഞ മാർക്കറ്റ്, അത് അടിപൊളി മാർക്കറ്റിംഗ് ആവൂല. പക്ഷെ ഈ ഇപ്പൊ ഒക്കെ ഇല്ലേ ഈ ഫേസ് ടോക്കിംഗ് അബൌട്ട് ഫേസ് വാല്യൂസ്, ഇപ്പൊ ആണ് ഈ റീൽസ് ഒക്കെ വന്നത്. അതായത് ഇപ്പൊ ഒരു ഇത്തിരി കഷ്ടപ്പെട്ടു 100K ആവുന്നത്, മനസ്സിലായോ? അപ്പൊ ഇപ്പൊ റീൽസ് ഇട്ടിട്ട് നമുക്ക് ആർക്ക് വേണേലും റീച്ച് കിട്ടുന്നല്ല, ബിക്കോസ് ഇപ്പൊ ഇത് കുറച്ചും കൂടെ ഇറ്റ് ഇസ് മച്ച് മോർ ഈസിയർ. മുന്നത്തെ സ്റ്റാറ്റിക് പോസ്റ്റ് ഇട്ട് നമ്മളത് കാത്തിരുന്ന് അത് റീച്ച് ആവാൻ കാത്തിരിക്കുന്നേക്കാളും റീൽസ് പെട്ടെന്ന് റീച്ചാണ്, എല്ലായിടത്തേക്കും പെട്ടെന്ന് എത്തും. അത്രയും ഒരു സെറ്റപ്പ് ഇല്ല ഒരു 2-3 years മുന്നേ. അപ്പൊ ഞാൻ കുഞ്ഞിപ്പാറുവിനെ തന്നെ ഫസ്റ്റ് ഞാൻ കാണുന്നത് തന്നെ റീൽസ്, ഒരു BTS കുഞ്ഞിപ്പാറു എടുക്കുന്ന ഒരു വീഡിയോയിലൂടെ ഞാൻ ഫസ്റ്റ് കാണുന്നത് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ ഫെയിം ആവുക, ഇങ്ങനെ റീൽസ് ഒക്കെ വൈറലായി ഫെയിം ആവാന്നുള്ളതിലുപരി എനിക്ക് തോന്നുന്നു അതിലൂടെ 10 വർക്ക് പറഞ്ഞത് ഇത് കണ്ടിട്ട് വേണം ആരെങ്കിലും വിളിക്കാൻ. അതെ, ആളുകളുടെ വിചാരം ഫെയിം ആവാന്നുള്ള ഒരു സാധനം മനസ്സിലുണ്ടാവും, പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെയൊക്കെ മനസ്സിൽ അത് കണ്ടൊരു 10 വർക്ക് നമുക്ക് കിട്ടാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സെലിബ്രിറ്റി ഷൂട്ട്സിനേക്കാളും ഐ പ്രിഫർ മോഡൽ ഷൂട്ട്സ്, കാരണം ദർ ആർ ഡിഫറൻസ്. സെലിബ്രിറ്റീസ് ദേ ഹാവ് ഫേസ് വാല്യൂ, നമുക്ക് റീച്ച് കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് 10 പേര് നമ്മൾ അറിയും. അതല്ലാതെ മോഡൽസിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരെങ്ങനെ ഇരുന്നാലും ദേ വിൽ ഗെറ്റ് റീച്ച് ഫോർ ഷുവർ. പക്ഷെ ഒരു മോഡലിനെ സംബന്ധിച്ച് ദേ ആർ ഡൂയിങ് ദേ ആർ പ്രൊഫഷണൽസ്. മോഡൽസിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കാരണം എൻ്റെ വർക്ക് അത് എങ്ങനെ ഞാൻ കണ്ട വിഷൻ, എൻ്റെ ഇതിൽ ഞാൻ കണ്ട സംഭവം അത് അവർക്ക് മാത്രമേ ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് സെലിബ്രിറ്റീസിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. സോ ഐ പ്രിഫർ കംഫോർട്ട് സോൺ ഉണ്ടാവുമല്ലോ, നമുക്ക് കൂടുതൽ അവരെ കൊണ്ട് നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻസ് ഉണ്ട് സെലിബ്രിറ്റീസിൻ്റെ കൂടെ. അപ്പോൾ അവരെ കൊണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ പുറത്ത് പോയൊരു ഷൂട്ട് അവരെ കൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സെലിബ്രിറ്റി ആണെങ്കിൽ പിന്നെ കൂടുതലും കൊളാബാണ് ചെയ്യുന്നത് സെലിബ്രിറ്റീസ്. ഈ കൊളാബ്സ് വരുമ്പോഴേക്കും നമ്മളും ഇപ്പൊ ഈവൻ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി പേര് ചോദിക്കും ഒരു കൊളാബ് ഷൂട്ട് തരുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കും എന്നെ സംബന്ധിച്ച് അത് പറ്റില്ല. ഈ കൊളാബ്സ് ഇപ്പൊ പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇപ്പൊ
കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറേ കൊളാബ്സ് ഇങ്ങനെ പോകുമ്പോഴേക്കും നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള വർക്ക്സ് കുറയുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടോ? ഇറ്റ് ഈസ് വെരി ട്രൂ. അതായത് ഇപ്പോൾ കുറേ പേര് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവരെ ഇതിപ്പോൾ ആരെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഞാൻ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ പറയും പേയ്മെന്റിനൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ കൊളാബ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വർക്ക്സ് സ്റ്റേറ്റ്മെന്റ് അവർ പറയും. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളത് കൊണ്ട് they don't prefer standard of quality, they prefer അതല്ല എന്റെ പോയിന്റ് അതല്ല. അതാ നമ്മൾ തുടക്കം നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ കുറെ കൊളാബ് ചെയ്തിട്ട് പിന്നെ കൊളാബ് ചെയ്യുന്ന നിർത്തിയ ആൾക്കാരായിരിക്കും. അവര് അവരുടെ ആ ഇനിഷ്യൽ സ്റ്റേജിൽ, അപ്പൊ അവർക്ക് കൊളാബ് ചെയ്ത് എന്നുവെച്ചാൽ അതേ ഒരു പാറ്റേണിലാണ് അവർ ഫോളോ ചെയ്തത്. അപ്പൊ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് എക്സ്പോഷറിന് വേണ്ടിയാണ്. ചിലപ്പോൾ അവര് ഇപ്പൊ എന്നെ പോലെ ഇവളെ പോലെ നമ്മൾ ആരെ പോലെ ഫോട്ടോ എടുക്കുന്ന ഒരാള്, ഇപ്പൊ നമ്മൾ 45,000 പറഞ്ഞ ഷൂട്ട് 15,000 വേറെ ആള് അതേ ക്വാളിറ്റി ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോ അവിടെ അത് പോവുമല്ലോ. അവർക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് തോന്നുന്നത് അവര് വിചാരിക്കണം ഞാൻ ഇതിൽ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന്, ഞാൻ ചെയ്യുന്ന ഒരു അടിപൊളി കാര്യമാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എൻ്റെ ജോബ്, ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് അവർ വിചാരിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന് വരുന്നത് കുറച്ച് കൂടുതലാണ്, നമുക്ക് വർക്ക്സ് കുറവാണെന്നുള്ളൊരു സാധനം ഉണ്ടോ ചേച്ചി? അല്ല, നമുക്ക് കൂടുതൽ വരുന്നത്. അത് വി ആർ ബ്ലെസ്ഡ് ആസ് എ ഫീമെയിൽ, നമുക്ക് കൂടുതൽ വർക്ക് അവരെക്കാളും. പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ താരതമ്യം ചെയ്യുന്നതാണ് പ്രശ്നം. ഫോട്ടോഗ്രാഫർ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇപ്പൊ എന്റെ സെയിം സെറ്റിംഗ്സിൽ ഡേയ്സ് എടുത്തു കഴിഞ്ഞാലും വേറെ ആയിരിക്കും. പല ആൾക്കാർ കാണുന്നത് പലതല്ലേ പാറു, അത് നീ കാണുന്നത് വേറെ. സെയിം ഫ്രെയിം ആണെങ്കിലും നമ്മൾ 4 പേര് 4 രീതിയിലായിരിക്കും അത് കാണുന്നത്. ഫേവറേറ്റ് ജോണേഴ്സ് ഏതൊക്കെയാ ഫോട്ടോസ് എടുക്കാൻ? പോർട്രേറ്റ്സ് ആൻഡ് എഡിറ്റോറിയൽ. ഓക്കെ, എനിക്ക് പോർട്രേറ്റ്സ് ആണ്. പക്ഷേ മൈ ഫേവറേറ്റ് ജോണേഴ്സ് എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹൈയാണ്. അതിലും വേറെ സന്തോഷം എനിക്ക് വേറൊരു ഷൂട്ട് തരില്ല. ഒരു വെഡ്ഡിങ്ങോ ഒരു ഫാഷൻ പോർട്രേറ്റോ എന്തോ ആയിക്കോട്ടെ, എനിക്കിഷ്ടമുള്ള മനസ്സിന് ഇഷ്ടമുള്ള ആളെ, ഇപ്പം ഞാൻ ഡെയ്സിനെ കാണുന്ന പോലെ ആയിരിക്കും എൻ്റെ പിക്ചേഴ്സ്. ഇപ്പം എനിക്കൊരു നോർമൽ കപ്പിൾ ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തലേ ദിവസം ഫുള്ളും അവരെ ഇരുന്ന് നോക്കും, എന്താണ് അവരിലെ നല്ലത്, അവർ തമ്മിലുള്ളത്, എന്നിട്ട് അവരെ അങ്ങോട്ട് സ്നേഹിക്കും. അവരെ സ്നേഹിച്ചാലേ നമുക്ക് അത്രയും നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. യൂഷ്വലി കൂടുതൽ എനിക്ക് പോർട്രേറ്റ്സ് ആണ് എടുക്കാൻ ഇഷ്ടം. അങ്ങനെ 2 പേരെ പറയൂ യാമി. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 2 എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രെയിമിൽ കാണാൻ ഇഷ്ടം, ഒന്നെൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഇവനുള്ള, അവനെ നേരിട്ട് കാണുന്നേക്കാളും നല്ലൊരു ഭംഗി അതിനകത്തുള്ളത് പോലെ എനിക്ക് തോന്നും. പിന്നെ അല്ലാതെ എല്ലാവരും ബേസിക്കലി എവ്രിബഡി എത്രത്തോളം മനസ്സിന് സ്നേഹം ഉണ്ടോ അത്രത്തോളം അടിപൊളി ഫോട്ടോസ്, സൂപ്പർ ഫോട്ടോസ് എല്ലാം എടുത്തു തരുന്നത്. ഞാൻ യാമിനേക്കാൾ നേരെ തിരിച്ചാണ്. യാമിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കാറേ ഇല്ല. എന്തെങ്കിലും വർക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുന്നല്ലാതെ കൂടുതൽ ഞാൻ വർക്കുകൾക്ക്, കാരണം ഞാൻ എടുത്തെടുത്ത് മടുത്ത പോലെ എനിക്ക് തോന്നും, പണിയെടുക്കുന്ന പോലെ ഫീൽ ചെയ്യും. എന്തിനാ എവിടെയൊക്കെ പോകുമ്പോൾ ക്യാമറ, ഞാൻ പറയും ക്യാമറ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി ഫോട്ടോഗ്രാഫേഴ്സ് അതെ വരുമ്പോ ആ ക്യാമറ കൂടെ ഒന്ന് എടുത്തിട്ട് പോകും. നമ്മൾ തനിയല്ലേ വരേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിന് ക്യാമറ എടുക്കുന്നത് വേറെ. ബ്രദർ ഞാൻ പറയും നിനക്ക് വേണമെങ്കിൽ നീ ആ ക്യാമറ എടുത്തോ, നീ കയ്യിൽ വെച്ചോ, നീ കൊണ്ടുപോക്കോ, നീ എന്താണെന്ന് വെച്ചാൽ നീ എടുക്കും, എന്തെങ്കിലും ചെയ്തോ, എന്നോട് എടുക്കാനോ എൻ്റെ കയ്യിൽ ഈ സാധനം പിടിക്കാനോ തരരുത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ. അതിൻ്റെ പേരിൽ വീട്ടിൽ പിണക്കമൊക്കെ ഉണ്ടാവും, നമ്മളെല്ലാവർക്കും എടുത്തു കൊടുക്കും, നമുക്ക് മാത്രം എടുത്തു തരത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്ത് അതൊരു ജോലിയാണെന്നുള്ളൊരു ഫീലായിപ്പോയി. പയ്യന്റെ ജോലി എന്താ, ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുമ്പോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യും, പണ്ടൊക്കെ വേണോ വേണ്ടോ എന്നുള്ളത്. ഇപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ. അതെ, നമ്മൾ പണ്ടത്തെ കാര്യങ്ങളാട്ടോ മൊത്തം പറയുന്നത്. അല്ല, ഇപ്പൊ ഈവൻ ഓൺ കമ്പനി നടത്തുന്നവർ മാത്രമല്ല, ഈവൻ എക്സ്പോസിങ് ചെയ്യുന്നവർ പോലും അവർക്ക് ഡെയിലി വർക്ക്സ് ഉണ്ട്, നന്നായിട്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട്. അതെ, നമുക്കൊക്കെ ഇങ്ങനെ ചെക്കനൊക്കെ കിട്ടുമായിരിക്കുമല്ലേ. എന്റെ വീട്ടില് ലാസ്റ്റ് എന്റെ വീട്ടില് ഭയങ്കര കല്യാണമെല്ലാം നടന്നോണ്ടിരിക്കുക. അപ്പം നിങ്ങക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്? മാട്രിമോണിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വിഷയമാവും, അത് പണങ്ങും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ ലാസ്റ്റ് എത്തപ്പോൾ ഒരു ബ്രോക്കർ വന്നെങ്കിൽ പുള്ളി പറയുന്നത് എന്താണെന്നറിയോ, ആമ്പിള്ളേരുടെ ഇഷ്ടത്തിനാണ്, നമ്മൾക്ക് ആമ്പിള്ളേർക്ക് കുറേ ഡിമാൻഡ് ഉണ്ട്, അതിനനുസരിച്ച് വേണം. ഇപ്പം മോക്ക് എറണാകുളത്താണ് ജോലിയെങ്കിൽ അതെല്ലാം വിട്ട് ഇവനെവിടെയാണോ ജോലി അവിടെ വന്നോളൂ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്റെ അമ്മ ഒന്നും മിണ്ടുന്നില്ല, മനസ്സിലായോ? ബിക്കോസ് എന്റെ ആ ആളുടെ കൂടെ വന്ന ഒരാളെ നമ്മളൊരു റെസ്പെക്റ്റഡ് ഒരു ഫാമിലി മെമ്പർ ആണ്, ഫാമിലി ഫ്രണ്ട് ആണ്, അതുകൊണ്ടാണ് അമ്മ ഒന്നും മിണ്ടാതിരുന്നത്. അപ്പൊ എനിക്ക് ദേഷ്യം തുടങ്ങി, അമ്മ എന്താണോ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ. ബിക്കോസ് എന്നെക്കാളും കലിപ്പ് അമ്മയാണ്, വെറുതെ മൊടയാണ് എൻ്റെ അമ്മ.
അപ്പം അമ്മ എന്താണൊന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഈ ആമ്പിളർക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര ഡിമാൻഡെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്താണ് പെണ്ണുങ്ങൾക്കും പെണ്ണുകാരുടെ വീട്ടുകാർക്കും ഡിമാൻഡ് ഇല്ലേ എന്ന് വെച്ചു. പിന്നെ അയാൾക്ക് മൂഡ് പോയി. അയാൾ പറയാണ് ഇറങ്ങിയിട്ട് പറയാ ഈ മോക്ക് ഇപ്പം ജോലി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ 2 മാസത്തിൽ കല്യാണം ഞാൻ നിർത്തിയത്. ജോലി ഇല്ലായിരുന്നെങ്കിൽ എന്താടാ അത്? ഞാനോടത്ത് അങ്ങനത്തെ ആൾക്കാരൊക്കെ സിനിമയിലേ ഉള്ളൂന്ന്. അപ്പൊ നിങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ റെഡിയാണ്, ചെക്കനില്ലാത്തോണ്ടാണ്. ചേച്ചിക്ക് ചെക്കനും ഉണ്ട്, കെട്ടാനും റെഡി. ഞാമിക്ക് ചെക്കനുണ്ട്. അല്ല അത് അങ്ങനെയല്ലേടാ, വരും പോകും. പോക്ക് മാത്രമാകുമ്പോഴേ പ്രശ്നം വരുന്നില്ല. എനിക്ക് വരുന്നല്ല, എൻ്റെ അനിയൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവര് ചിലപ്പം അത്രയും എന്നെ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. വന്ന് എനിക്കൊരു 27ന്റെ ഇപ്പുറത്തോട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ല. പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി ലാസ്റ്റ് എനിക്ക് 3 years ആയിട്ട്. അതായത് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് പണ്ട് അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഏജ് സെയിം വേവ് ലെങ്ത് ആണ്, സെയിം ഇതാണെന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ ഇറ്റ് ബ്രോ. അല്ല എനിക്ക് ഏജ് കുഴപ്പമില്ല, ഞാൻ അവർക്കാണ് കാലത്തിനിപ്പം സഞ്ചരിക്കണം എന്നല്ലേ പറയാറ്. ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികളൊക്കെ പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ചെക്കനെ കിട്ടാത്തോണ്ട് അവിടെ അതെ അതെ, എനിക്ക് കുറേ സമയം വേണം. കൊണ്ടിരിക്കുക ശരിക്കും. അതെ സത്യം. നാനോ സത്യമായിട്ട് ഷിപ്പില്ല, എനിക്കൊരു ഷിപ്പും ഇല്ല. അമ്മ സത്യം, ചേച്ചി സത്യം. വെറുതെ അമ്മേനോട് സത്യം ചെയ്യല്ലേ? സത്യം ഇവരോടൊക്കെ എനിക്കില്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. സത്യം നല്ലതാണ്. അപ്പൊ ഈ ഷിപ്പില് വരുന്ന പാർട്ട്നേഴ്സ് അവരെങ്ങനെയാ നമ്മുടെ ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാ? നല്ല സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമല്ലോ, അപ്പൊ ഇങ്ങോട്ട് സപ്പോർട്ട് ഉണ്ട്. അതായത് ഇപ്പൊ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ലൈക്ക് ഇറ്റ്സ് നോട്ട് എഫക്ടിങ്. അതെ അതെ. അല്ല എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അയാൾ എന്റെ പാർട്ട്ണർ ആവൂല. അതെ അതെ, എന്നെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ആരാന്ന് ചോദിച്ചാൽ എന്റെ പേര് പറയും. അത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചേക്കാം. ആരെങ്കിലും ചോദിച്ചാൽ പറയണം എന്റെ പേര് പറയണം. അല്ല നമ്മളിപ്പോ ശരി ഇപ്പൊ ആദ്യം തന്നെ അവർ നമ്മളെ ചോദിക്കും എന്റെ മൂഡ് തന്നെ പോകും. നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്ത് തരുന്നേ. അപ്പൊ തന്നെ ഇടണം. എന്റെ അടുത്ത് അങ്ങനെ ഇതുവരെയായിട്ട് വന്നിട്ടില്ലേ? അത് ഇവള് ഫുൾ ടൈം റിലേഷൻഷിപ്പിലാണ് ഉള്ള ആളാണ്. നമ്മളിടയ്ക്ക് അതൊന്ന് ബ്രേക്ക് ആയി പിന്നെ അതൊന്ന് സമയം എടുത്ത് വേറെ ആൾക്കോടൊക്കെ മിണ്ടുമ്പോ ആണ് ഇത് ഇവക്കത് എക്സ്പീരിയൻസ്. എനിക്ക് അങ്ങനെ എന്താ പറയാ 1 year 2-3 ആൾക്കാര് അങ്ങനെ പറ്റില്ല. എനിക്ക് ഞാൻ കൊണ്ടുപോവാണെങ്കിൽ ലൈക്ക് ഐ ജസ്റ്റ് സീ വെഡിങ് മറ്റേ ധൂമിലെ അലിയില്ലേ, മൂന്നാമത്തെ ആഴ്ച തന്നെ കല്യാണത്തിന്റെ ഇതൊക്കെ ആലോചിച്ച്. സോ ഞാൻ എന്താ പറയാ ലോങ് ടേം എന്റെ 4 yearsന്റെ റിലേഷൻ, 5 years 8 yearsന്റെ റിലേഷൻ അങ്ങനെയൊക്കെയാ. സോ ഐ ഡോണ്ട് സ്വിച്ച് പെട്ടെന്ന്. ഐ കാൺ സ്വിച്ച് പെട്ടെന്ന് അങ്ങനെ. നമ്മൾ ടോപ്പിക്കിന് അതെ അതെ, ഓർ ദാറ്റ് ഒരു റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, വെഡിങ് ഓർ ഫാഷൻ? ഫാഷൻ. ഫാഷൻ. വെഡിങ് ഉണ്ടാവും ഞങ്ങൾക്ക് ഇത്ര പണിയെടുക്കാൻ വയ്യ. പണിയെടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വി ലൈക്ക് ഫാഷൻ. ഐ മീൻ വെഡിങ് ഞാൻ പറയില്ലേ മജ്ബൂരി. ഓക്കെ, ഗോൾഡൻ അവർ ഓർ ബ്ലൂ അവർ? ഗോൾഡൻ ആർ. പക്ഷെ ഇപ്പൊ നീ ബ്ലൂ അവർ ഇഷ്ടപ്പെട്ട് തുടങ്ങി. രണ്ടും പറയാൻ പറ്റുമോ? എന്നാ ഞാൻ രണ്ടും. ഓക്കെ, സോണി, കാനൺ ഓർ നിക്കൺ? സോണി. കാനൺ. സോണി. ഓക്കെ, പറയും നിങ്ങളുടെ ക്യാമറ സെറ്റ്. ഇനി നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ കാനൺ ആയിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സോണിയിലോട്ട് ഷിഫ്റ്റ് ആവുന്നു. കാരണം ഐ വാസ് വെരി യൂസ് ടു ലൈക്ക് എല്ലാം ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ചത് യൂട്യൂബിൽ നോക്കി പഠിച്ചത് കാനൺ ഇതിലാണ്. അപ്പൊ എനിക്ക് 6D Mark III ആന്ന് തോന്നുന്നു എൻ്റെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ വിറ്റു. ആൻഡ് ദെൻ ഐ ടുക്ക് സോണി. നല്ല എൻ്റെ ക്യാനൺ 800D ആയിരുന്നേ. നമ്മൾ ആ സമയത്ത് ഇതിനെ കുറിച്ച് അറിയില്ല. കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ക്യാമറ എടുക്കണം. പോയിട്ട് വലിയ കാര്യത്തിൽ ക്യാമറ എടുത്തു. 800D ഇപ്പൊ ക്യാമറ എടുക്കണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ക്യാമറ. ഞാൻ എന്റെ ഫസ്റ്റ് ക്യാമറ 600D ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 6D Mark III എടുത്തത്. അപ്പൊ ഞാനിങ്ങനെ ഇതൊന്നും പറ്റില്ലായിരിക്കുമല്ലോ, വേറെ കുറച്ചുകൂടെ നല്ലത് എടുക്കേണ്ടി വരും എന്നുള്ളൊരു തോട്ടായി. പിന്നെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ലൈക്ക് ഞാൻ ഹാഫ് ഫ്രെയിം എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പ്ലിറ്റ്സ് വില്ല കണ്ടസ്റ്റൻസിനൊക്കെ എടുത്ത് തുടങ്ങിയത് ഞാൻ അതും തന്നെയാണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാഫ് ഫ്രെയിം ആണോ ഫുൾ ഫ്രെയിം ആണോ അതിന്റെ അല്ല. ലൈക്ക് ഇറ്റ്സ് അബൌട്ട് യുവർ പെർസ്പെക്റ്റീവ്, യുവർ ആംഗിൾ, ക്യാമറ ക്വാളിറ്റി. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് അത്രയും വലിയ ക്വാളിറ്റി ഒന്നും ആ സമയത്ത് വേണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടിയും ആൾക്കാർ ഫുൾ ഫ്രെയിം ഹാഫ് ഫ്രെയിം ഒന്നും ആരും യൂസ് ചെയ്യാതെ സമയം ഇപ്പോഴാണ്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് സോണി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച്.
പിന്നെ എനിക്ക് എന്താ പറയുക സ്റ്റാർട്ട് ലൈക്കിങ് സോണി. പിന്നെ ആ സോണി യൂസ് ചെയ്ത മൊമെന്റ് ഏതായിരുന്നു ചേച്ചി ഫസ്റ്റ് ഐ തിങ്ക് പേളിയുടെ മറ്റേ ആ സമയത്താണ് ഞാൻ സോണി എടുത്തത്. അവളുടെ പേളിയുടെ എന്താ ബ്രൈഡൽ ഷവർ നാരീസ് വെഡിങ്സാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ സോണി എടുത്തത്. അങ്ങനെ ഞാൻ സോണിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ, പറയൂ യാമി. എനിക്ക് പേഴ്സണലി ക്യാനൺ ആണ് ഇഷ്ടം സോണിനെക്കാളും കളേഴ്സും. ഞാൻ ക്യാനണിൽ എടുക്കുന്ന ഫോട്ടോസ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാത്ത പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ട് ക്യാനണിലെടുത്ത്. എനിക്ക് 2 ക്യാമറ ഉണ്ട്, ഒന്ന് R6 ഒന്ന് സോണി A7 III. പക്ഷേ കണ്ടടച്ച് ഞാൻ എടുക്കുന്നത് ക്യാനൺ ആയിരിക്കും. എന്താണെന്നറിയില്ല, ക്യാനണിലെ കളേഴ്സാണ് ഐ ഫീൽ ലൈക്ക് അതാണ് എൻ്റെ കളേഴ്സ്, മൈ ടൈപ്പ് ഓഫ് കളേഴ്സ്, ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട്. ക്യാനൺ നമ്മൾ ഫോണിലേക്ക് ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ഇതിൽ എഡിറ്റ് വേണ്ട അങ്ങനെ തോന്നും എനിക്ക്. സോണിയുടെ എനിക്ക് തോന്നും, പക്ഷേ എനിക്ക് ക്യാനൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ് ക്യാമറ R6. ഓക്കെ, ഞാൻ ആദ്യം ക്യാനൺ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു R6 ആയിരുന്നല്ലേ നീ? അല്ലേ EOS R അതാ യൂസ് ചെയ്തത്. തന്നെയാണോ ഫസ്റ്റ് ക്യാമറ? ഫസ്റ്റ് മിറർലെസ് ക്യാമറ ഐ ഗസ്. ഞാൻ ആദ്യം മേടിച്ചത് ഇതാണ്, EOS R ആണ് മേടിച്ചത്. അത് കഴിഞ്ഞ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ സോണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ M3 എടുക്കുന്നത്. M3 ഞാനൊരു കുറച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് M4 വാങ്ങി. അപ്പം M3നേക്കാൾ നല്ല M4 അല്ലേ. അപ്പോൾ ഞാൻ അവൻ്റെ ക്യാമറ എടുത്തിട്ട് ഷൂട്ടിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിലങ്ങോട്ട് യൂസ്ഡ് ആയിപ്പോയി. പിന്നെ അവൻ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് ഈ M3 വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതാണ് എനിക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നത്. എനിക്ക് M3 തിരിച്ചു പോകാൻ എനിക്കത് എടുക്കുമ്പം ഒത്തിരി നമ്മുടെ ക്വാളിറ്റി താഴത്തോട്ട് ഫീലായി. അപ്പോൾ പിന്നെ ഞാൻ വർക്കുകൾ വരുമ്പോൾ റെന്റിന് എടുത്ത് ചെയ്യാം. പക്ഷെ നമുക്ക് റെന്റും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം റെന്റിന് കൊടുക്കുമ്പോഴേക്കും കയ്യിലൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അപ്ഗ്രേഡ് ചെയ്താണ് ഇപ്പം ഞാൻ ഇതെടുത്തേക്കുന്നത്, R5 സോണി R5 എടുത്തേക്കുന്നത്. ക്യാമറ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലെൻസിനെ കുറിച്ച് പറയാണ്ട് പോയി കഴിഞ്ഞാൽ ലെൻസിന് വിഷമമാവും. ഉറപ്പായിട്ടും വിഷമമാവും. ഏതാണ് ഫേവറേറ്റ് ലെൻസ് കൂടുതൽ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളത്? എനിക്ക് 35 ഇഷ്ടം. 35 സംതിങ്. ഞാൻ പണ്ട് 35 ഒന്നും യൂസ് ചെയ്യാറില്ല. 50, 85 ആളായിരുന്നു. പക്ഷെ ഞാൻ 35 യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കത് ഭയങ്കര ഡിഫറെൻ്റ് ഒരു പേഴ്സ്പെക്റ്റീവ് തരുന്നത്. കാരണം 85 ലിമിറ്റേഷൻസ്, ആൾക്കാർ ഭയങ്കര തടിയൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് 85 യൂസ് ചെയ്യുന്ന സമയത്ത്. എന്നെ തന്നെ, ഞാൻ എൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം തടി ഉള്ള പോലെ അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ തടിയുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് അവർ ഒന്നുകൂടെ തടി വെച്ച് കാണുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ 35 എടുക്കുന്നതിൻ്റെ വൈഡാണ് കുറച്ച്. സോ എനിക്ക് എന്താണെന്നറിയില്ല, പേഴ്സ്പെക്റ്റീവ് ഭയങ്കര ഇഷ്ടമാണ് 35. എനിക്ക് ഓൾ വൈഡ് ലെൻസസ് ആണ് ഇഷ്ടം. എല്ലാം വൈഡ് ലെൻസസ് ആണ് എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ലെൻസ് 85 1.4 G-Most. എനിക്ക് 35 ആണ് ഇഷ്ടം. പക്ഷെ എൻ്റെ കയ്യിൽ ഓണായിട്ടുള്ളത് 50 ആണ്. അപ്പോൾ 50 ആകുമ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ നടുക്ക് നിന്നോളെന്ന് പറഞ്ഞു നോക്കിയിട്ട് എടുത്താണ്. ഇടയ്ക്ക് മാറ്റണ്ടല്ലോ. എപ്പോഴും സേഫ് ലെൻസ്. അപ്പോൾ എനിക്ക് ഇഷ്ടം 35 ആണ്. ഔട്ട്ഡോർ ഓർ സ്റ്റുഡിയോ? ഔട്ട്ഡോർ സ്റ്റുഡിയോ. ഔട്ട്ഡോർ സ്റ്റുഡിയോ. വൈ ചേച്ചി? എനിക്ക് ലൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അത് ലൈറ്റ്സ് ഓരോ ഇഷ്ടം പോലെ തോന്നും. ഇപ്പം ഒരേ ഷൂട്ട് തന്നെയാണെങ്കിൽ ചിലപ്പം ഡേസിയുടെ ഒരു രീതി അതായിരിക്കും, ഇൻഡോറിൽ ചെയ്യാനായിരിക്കും. എനിക്ക് ഈ ബാക്ക്ഡ്രോപ്സ് എല്ലാം പിന്നെ സ്മോക്ക് ഇട്ട് കളിക്കാനും അങ്ങനെ കുറെ എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം. സോ ഐ പ്രിഫർ ഔട്ട്ഡോർ ഇഷ്ടമാണ്, പക്ഷെ ഐ പ്രിഫർ ഇൻഡോർ. 1 പെർഫെക്റ്റ് ഷോട്ട് ഓർ 100 സേഫ് ഷോട്ട്? 1 പെർഫെക്റ്റ് ഷോട്ട്. പക്ഷെ ഞാൻ കുടുകുടാന്ന് അടിക്കും. ഞാൻ അടിക്കില്ല, എനിക്ക് പറ്റില്ല. അടിക്കില്ല. 5 മിനിറ്റ് എനിക്ക് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്തേ മറ്റേ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും. പക്ഷെ ഇതിരുന്ന് ഷോട്ട് ചെയ്യണ സമയത്ത് ആലോചിക്കാം ഒരെണ്ണം എടുത്താൽ മതി. എനിക്ക് ഒത്തിരി ഇതുണ്ടാവും, ഒത്തിരി ഫോട്ടോസ്. ഒറ്റ പോസ്റ്റിൽ ഒരു 5 ഷോട്ട്സ് എടുക്കും. അതിൽ ലാസ്റ്റ് എടുക്കുന്ന ഷോട്ട് ആയിരിക്കും ഓക്കെ വി ആർ സാറ്റിസ്ഫൈഡ്, ദെൻ പോസ്റ്റ് ചേഞ്ച്. കാരണം ഇല്ല അത് പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ലൈക്ക് 100 ഫോട്ടോസ് എടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നേക്കാളും ബെറ്റർ ലൈക്ക് എനിക്ക് ടെൻഷൻ, ഇനി ഇതിന്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഈ ടെൻഷൻ എനിക്കില്ല. ബിഗിനിങ് മുതലേ ഇല്ല. പോർട്രേറ്റ്സ് ഓർ ലാൻഡ്സ്കേപ്പ്? പോർട്രേറ്റ്സ്. ഓക്കെ. നാച്ചുറൽ ലൈറ്റ് ഓർ ആർട്ടിഫിഷ്യൽ ലൈറ്റ്? ബോത്ത്. DSLR or mirrorless? Mirrorless. Okay. Solo shoot or teamwork? ടീം വർക്ക് എന്ന് ഉദ്ദേശിച്ചത് സോളോ ആയിട്ട് പോയി എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ടീം? സോളോ ആയിട്ട് എനിക്ക് എൻറ്റയർ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടം. സോളോ.
അതാകുമ്പോൾ ലൈക്ക് എവറിബഡി ഈസ് ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. ഞാൻ എൻ്റെ ഷൂട്ട് ഞാൻ തന്നെയാണ് സ്റ്റൈൽ ചെയ്യുന്നതും ഞാൻ തന്നെയാണ് മേക്കപ്പ് ലുക്കും എല്ലാം കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഐ വിൽ ബി ഹാവിങ് എ സ്റ്റൈലിസ്റ്റ് സോഴ്സ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട്. ഈവൻ മേക്കപ്പ് ലുക്ക് ആണെങ്കിലും ഐ ഹാവ് ഈ ഒരു സംഭവം എനിക്ക് വേണം, അത് പറഞ്ഞു കൊടുത്താൽ അതുപോലെ തന്നെ ചെയ്യാൻ. ആൻഡ് ദെൻ ഐ പ്രിഫർ ഫീമെയിൽസ്. നേരത്തെ യാമി പറഞ്ഞ പോലെ ഫീമെയിലിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു ഫീലിംഗ് ഇസ് വെരി ലൈക്ക് വി ആർ സോ പ്രൗഡ് ഓഫ് ഈച്ച് അതർ. ഇത്രയും എത്രയോ ടാലന്റ് ഉള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, സ്റ്റൈലിസ്റ്റുകൾ, ലൈക്ക് യുനോ മോഡൽസ് നമ്മുടെ ഇവിടെ ഉണ്ട്. ലൈക്ക് ലെറ്റ്സ് വർക്ക് ടുഗെദർ ആൻഡ് ദെൻ യുനോ ലെറ്റ്സ് ഗ്രോ ടുഗെദർ. ആ ഒരു സോ ടീം വർക്ക്. എങ്ങനെയാണ് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യാറ്? ഇൻഡിവിജ്വലി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ സ്റ്റേജ് ഒരു 2 വർഷമായിട്ട് കുറച്ചുകൂടി പ്രൊഫഷണലി ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്കൊരു മൂഡ് ബോർഡ് ഉണ്ടാവും. ഐ പ്രിഫർ ലൈക്ക് ഇന്ന ലുക്കാണ് അതൊക്കെ ഞാൻ, കാരണം ഓരോരുത്തരെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വി ഹാവ് ടു ലൈക്ക് ടോക്ക് ടു ദ മേക്കപ്പ് ആർട്ടിസ്റ്റ്, സ്റ്റൈലിസ്റ്റ്, മോഡൽ, കൂടെ വരുന്ന ലൈറ്റും കാര്യങ്ങളും. അപ്പം അതെല്ലാം ഒരു മൂഡ് ബോർഡായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ. അപ്പം ഞാൻ കൊടുക്കും. ആൻഡ് ദെൻ ഐ ട്രൈ ടു ടോക്ക് ടു ദ മോഡൽ എന്നെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള വേയിൽ. കാരണം ഐ വോണ്ട് ദം ടു ബി കംഫർട്ടബിൾ അറൌണ്ട് മീ. കാരണം നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഭയങ്കര ഇപ്പം മോഡൽസ് അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നോർമൽ ഒരാൾ വന്നിട്ട് എനിക്ക് പോർട്ട്ഫോളിയോ ചെയ്യണം എന്ന് പറയും, പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ കുറച്ചുകൂടി നമ്മൾ അറ്റൻഷൻ കൊടുക്കും. ഞാൻ തലേ ദിവസമൊക്കെ വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ കംഫർട്ടബിൾ ആവാനായിട്ട്. കാരണം അവർ പറയും എനിക്ക് അറിയില്ല പോസൊക്കെ, ഞാൻ ഡോണ്ട് വറി, യു ജസ്റ്റ് കം, ഐ വിൽ ഗൈഡ് യു, ഡോണ്ട് വറി. പിന്നെ ഞാൻ കുറച്ചുകൂടി ബബ്ലി ആയതുകൊണ്ട് ലൈക്ക് ഐ ടോക്ക് ടു എവറിബഡി. അപ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിൾ. കുറേ വർഷമായിട്ട് എൻ്റെ കുറേ മോഡൽസ് വന്ന് പറയാറുണ്ട് ഐ ഫീൽ ലൈക്ക് ഐ നോ യു സിൻസ് ലൈക്ക് 1 year 2 years ആയിട്ട് അറിയുന്ന മാതിരി വി ജസ്റ്റ് മെറ്റ് റൈറ്റ് നൗ. അപ്പോൾ അത് മെയിനായിട്ട് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ടോക്ക് ടു ദം ആൻഡ് ദെൻ മേക്ക് ദം കംഫർട്ടബിൾ. ദാറ്റ്സ് ഇറ്റ്. വാട്ട് അബൌട്ട് ദി പോസ്റ്റ് പ്രൊഡക്ഷൻ? പോസ്റ്റ് പ്രൊഡക്ഷൻ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു വിഷൻ ഉണ്ട്. ഞാൻ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഈ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അത് അത്ര രാത്രി ആയാലും ഞാൻ എൻ്റെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ കൊടുക്കണം. ഐ വോണ്ട് ടു നോ ലൈക്ക് വാട്ട് ഇസ് ദെയർ റിയാക്ഷൻ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ലൈക്ക് ലെറ്റ് ദം ഓൾസോ ലൈക്ക് എനിക്ക് ഫീഡ്ബാക്സ് വേണം. അപ്പോൾ എങ്ങനെയാണ് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്? എൻ്റെ ഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്യും. ഇനിഷ്യലി ഒക്കെ ആദ്യമൊക്കെ എൻ്റെ ഫുള്ള് ഞാൻ തന്നെ തീരുമാനിക്കും. മേക്കപ്പ് എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും, സ്റ്റൈൽ എന്ത് അതൊക്കെ ഞാൻ തീരുമാനിക്കും. പിന്നീട് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ടാവും, അതുപോലെ ഫോട്ടോസ് കിട്ടില്ലെങ്കിൽ പിന്നെ തീർന്നു, സീനാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ചായ എടുക്കുന്നു കേട്ടോ. അപ്പോൾ അത് എന്താന്ന് പറഞ്ഞാൽ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്തും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഞാൻ മുന്നേ ചോദിക്കും എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് പറയാമെന്ന് പറയും. അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഒരു സജഷൻ ഇങ്ങോട്ട് അയക്കുകയാണ്, ഇതാണ് ഞാൻ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേക്കപ്പ്, അത് എൻ്റെ മൈൻഡിൽ ഒത്താലോ, അല്ലെങ്കിൽ അവർക്ക് ഒരു ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഇതും കൂടെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്തോളാൻ പറയും. പണ്ട് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ തുടങ്ങും മുന്നേ തന്നെ അവിടെ എത്തി, ബിക്കോസ് ഞാനാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം അവർക്ക് ഡിസൈഡ് ചെയ്യാൻ വിടുമ്പോൾ ഞാൻ ഷൂട്ട് തുടങ്ങാറാകുമ്പോൾ എത്തിയാൽ മതി. അതിപ്പോൾ സ്റ്റൈലിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ഡേസി നേരത്തെ പറഞ്ഞ കാര്യം ഭയങ്കര വാലിഡ് പോയിന്റ്. അതായത് നമ്മളൊരു പുതിയ കുട്ടികളെ കാണുമ്പോൾ അവർ ഭയങ്കര നമ്മളെന്തോ ഭയങ്കര സീനിയേഴ്സ്, നമ്മളാകെ പേടിച്ചിട്ടൊക്കെ അവർ വരുന്നത്. അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ ഭയങ്കര സൂപ്പർ ചില്ലായിരിക്കും അവരുടെ അടുത്ത്. ശരിക്കും പറഞ്ഞാൽ അത് എഫേർട്ട്ലെസ്ലി ചെയ്യുന്നതാണ്. നമ്മുടെ എപ്പോഴും ചില്ല, അപ്പോൾ മൈൻഡിന്റെ ബാക്കിലുണ്ട്. അതായത് ഞാൻ ഇവര് ഞാൻ ആയിട്ട് ഭയങ്കര സെറ്റായാലും ഇവർ കംഫർട്ടബിൾ ആവുള്ളൂ, കംഫർട്ടബിൾ ആയാലേ ഫോട്ടോസ് നല്ലത് വരുള്ളൂ. അത് നമ്മുടെ ഹെഡിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്, അല്ലാതെ സ്പെഷ്യൽ എഫേർട്ടൊന്നും എടുത്ത് ചെയ്യുന്നതല്ല. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് പിന്നെ അവരായിട്ട് വേറെ ബന്ധമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായി? ആ സമയത്ത് ഞാനങ്ങനെ പിന്നെ പിറ്റേ ദിവസം അതും മനഃപൂർവ്വമല്ല, അറിയാണ്ട് അങ്ങനെ പിറ്റേ ദിവസം പിന്നെ എനിക്ക് പിന്നെ അവർ കണ്ടാൽ പോലും ഓർമ്മയുണ്ടാവില്ല. എനിക്കും അതെ, എനിക്ക് ഈ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിന്യൂറ്റി പിടിക്കാൻ ഭയങ്കര പാടാണ്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നും കണ്ടാലും എനിക്ക് കണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു ആളെ പറഞ്ഞു ആൾക്കാരെ അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയില്ല, ഓർമ്മയില്ല. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള സമയം തന്നാലേ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോസ് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് ഇല്ല, നെക്സ്റ്റ് ലെവൽ. എനിക്ക് ഇതിപ്പോ തന്നെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഷൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ആൾക്കാർക്ക് അതല്ലാതെ ഞാൻ എഡിറ്റ് ചെയ്യാത്തതല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ഷൂട്ട്സ് അങ്ങനെയല്ല. പക്ഷെ ചിലത് എനിക്ക് അപ്പം തന്നെ എഡിറ്റ് ചെയ്യണം എന്ന് തോന്നും. ചില ഫോട്ടോസൊക്കെ അതൊക്കെ ഞാൻ അപ്പം തന്നെ ഫോണിലേക്ക് ആക്കി എഡിറ്റ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ അതല്ലാതെ എനിക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വെരി റീസെൻ്റ്ലി, ഞാൻ അതിനെപ്പറ്റി ആരോ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ റംസാൻ്റെ കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ 100 വട്ടം
ഇവനോട് ചോദിച്ചു ഏത് പാട്ടിടണം. അതായത് ഒരു പാട്ട് സെഷൻ ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഞാൻ എഡിറ്റർ അല്ല, ഒരു തട്ടിക്കൂട്ടി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ എഡിറ്റർ അല്ലല്ലോ, ഞാൻ ഫോട്ടോഗ്രാഫർ അല്ലേ. അപ്പം എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം, എഡിറ്ററായി ട്രീറ്റ് ചെയ്യരുത്. അപ്പൊ ഞാൻ ഇപ്പം ഞാൻ അവനോട് ചോദിച്ചു, അപ്പൊ അവൻ നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നീ ഇട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടിട്ട് എഡിറ്റ് ചെയ്ത് അയച്ചു. ഏതൊരു ഡാൻസ് കളിക്കുന്ന ഒരു ഇതാ. അപ്പൊ അവൻ പറയണ അയ്യേ ഈ പാട്ടാണോ നീ ഇട്ടതെന്ന്. പിന്നെ അതിനുശേഷം അവൻ കുറെ സജഷൻസ് തരുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മൈൻഡ് പോയി. അത് പിന്നെ അതിൻ്റെ കട്ട്സ് അനുസരിച്ച് ഇതിൻ്റെ സിങ്ക് വരണം. അതിനുശേഷം ഞാൻ ആ വീഡിയോ ഒരു വർഷത്തിന് ശേഷം ഞാൻ ഒരു ഓഡിയോ കണ്ടപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഈ ഓഡിയോ അതിൽ ചുമ്മാതിട്ട് എഡിറ്റ് ചെയ്യാന്ന് ഓർത്ത് ഒരു വർഷത്തിന് ശേഷം ഞാനത് അപ്ലോഡ് ചെയ്തു. ചോദിക്കലും പറച്ചിലും ഒന്നുമില്ല, അത് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ. അപ്പൊ റംസാൻ എന്നെ വിളിച്ചിട്ട് ഒന്ന് കൊള്ളാവിട്ടെ. അപ്പൊ അങ്ങനെ എന്റെ സ്വന്തം ഒരു ഇഷ്ടത്തിന് വിട്ടാലേ എനിക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ എനിക്ക് ക്രിയേറ്റിവിറ്റി വർക്ക് ആവാത്തതിലുപരി എനിക്ക് പറ്റില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ ചിന്തിച്ചുണ്ടല്ലോ ഞാൻ വലിയ ബുദ്ധിമുട്ടാവും. അതാ അല്ലാതെ സത്യ ഇവരെന്ത് ചിന്തിക്കും, ഓവർ തിങ്ക് ചെയ്യാതെ ഞാൻ അവർക്ക് ഇപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് വെറുത്താവും ഈ ഷൂട്ട്. നമ്മളോടൊന്നും ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ഒന്നും നമ്മളോട് ഒരു ഡേറ്റ് ഇപ്പൊ ഇന്ന് രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരത്തെ ഡേറ്റ് മാറ്റി എന്നൊക്കെ പറയാൻ ആൾക്കാർക്ക് ഒരു മടിയില്ല. കൂളായിട്ട് വൈകുന്നേരം മഴയല്ല, ഞാൻ മഴയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വള്ളം തുഴഞ്ഞ് ഞാൻ വരും. കാരണം എനിക്ക് വിളിച്ചിട്ട് മഴയാണല്ലോ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അവരത്രയും അവരുടെ ടൈം എടുത്ത് വെച്ചേക്കുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റൈലിസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ മുൻനിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പുറകെ നമ്മൾ സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും ഞാൻ തന്നെ. ചേച്ചി എത്ര സമയം എടുക്കും ഷൂട്ട് ചെയ്യാൻ? ഡിപ്പെൻസ് എത്ര ലുക്സ് ഉണ്ടാവും. ഒരു 2 ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പിനാണ് കൂടുതലും സമയം പോകുന്നത്. നമുക്ക് ഫോട്ടോ എടുക്കാൻ അധികം സമയം വേണ്ട. മേക്കപ്പും ഈ കോസ്റ്റ്യൂം ചേഞ്ചിനും ആണ് കൂടുതൽ സമയം. അപ്പോൾ ഒരു പെർ ലുക്ക് എന്ന് പറഞ്ഞ ഒരു 15-20 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. ചില ആളുകൾക്ക് നമ്മൾ 20 മിനിറ്റ്സിലൊക്കെ കിട്ടിയോ അത്രേ ഉള്ളൂ. എന്റെ 10 മിനിറ്റ് തരും. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാൻ എനിക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് ഷൂട്ടൊക്കെ 10 മിനിറ്റിലൊക്കെ ലാവിഷായിട്ട് സാധനമുണ്ട്. പക്ഷെ ഇവരിത് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കിട്ടി എന്നാൽ ഞാനൊന്നും കുറച്ചും അപ്പുറം കൂടെ പോയി നിൽക്കട്ടെ, എടുക്കണമെങ്കിൽ എടുക്കാം, നമുക്ക് വിരോധമില്ല. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഐ ടേക്ക് വീഡിയോസ് ഓൾസോ. സോ അതിനും കൂടെ സമയം 20 മിനിറ്റ്സ് ചെയ്യാം. ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലുക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഐ പ്രിഫർ ഷോയിങ് ദ പിക്ചേഴ്സ് ടു ദ ക്ലയൻറ്റ് സോ ദാറ്റ് ഓക്കെ കിട്ടിയിട്ടുണ്ട്, ലൈക്ക് ദേ ആർ കോൺഫിഡൻറ്റ്. അപ്പം അത് കാണിക്കുമ്പോഴാണ് അവർക്ക് നെക്സ്റ്റ് ഇതിൽ ഓക്കെ ഐ ക്യാൻ ഡു ഇത്രയും നല്ല പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇതിൽ അവർ കുറച്ചും കൂടെ കൊള്ളാലോ, പിന്നെ അവർ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. അതെ, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത എല്ലാരെയും ഫോട്ടോ കാണിക്കണം. എനിക്ക് സ്റ്റൈലിസ്റ്റിനെ കാണിക്കണം, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കാണിക്കണം, എല്ലാരെയും കാണിക്കണം. ബിക്കോസ് അവരെല്ലാവർക്കും കാണണം. സ്റ്റൈലിസ്റ്റിന് വേണ്ടി പ്രത്യേകം ഞാൻ ഫോട്ടോ എടുക്കും, ക്ലോസ്, മിഡ്, വൈഡ്. മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ഞാൻ ചോദിക്കും എന്തൊക്കെയാ വേണ്ട, ഹെയർ, ഐ മേക്കപ്പ്. ചിലപ്പോൾ അവര് ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അതെടുക്കും. പിന്നെ മോഡലിന് വേണ്ടി എടുക്കും, പിന്നെ ബുട്ടിക്കിന് വേണ്ടി എടുക്കും, പിന്നെ എനിക്ക് വേണ്ടി എടുക്കും. പിന്നെ റിസോർട്ട് കളക്ഷൻ ആണെങ്കിൽ അവർക്ക് എന്നിട്ടും 20 മിനിറ്റ് ഷൂട്ട് തീർന്നു. എല്ലാവർക്കും എല്ലാം കിട്ടും, ആരും വിഷമിച്ച് വീട്ടിൽ പോവില്ല. ഇപ്പോൾ ഒരു സ്കിൻ ടോൺ, ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലർക്ക് ഉണ്ടായിരുന്നു ഭംഗിയുള്ളവരെ ഫ്രെയിമിൽ കൂടുതൽ ഫോട്ടോസ് എടുക്കണം, ഡാർക്ക് സ്കിൻ ആയവർക്ക് ഫോട്ടോസ് എടുക്കാൻ ആരും പ്രിഫർ ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ അത് ഒരുപാട് മാറി. കുറേ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പോൾ. ആ ഒരു സ്കിൻ ടോൺ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ശരിക്കും? അവർ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അവർ കോൺഫിഡന്റ് ആണെങ്കിൽ സെറ്റാണ്. അതിപ്പം ഭംഗി ആരാണ് ഇത് മെഷർ ചെയ്യുന്നത്? അല്ല, എങ്ങനെയാണ് ഭംഗി മെഷർ ചെയ്യുന്നത്? സ്കിൻ ടോൺ മാറിയത് കൊണ്ട് ഭംഗിയുടെ മെഷർമെന്റ് മാറില്ലല്ലോ. ഭംഗി എങ്ങനെ മെഷർ ചെയ്യുന്നത്? അത് സ്കിൻ ടോൺ വെച്ചിട്ടല്ല, അത് അവരുടെ പ്രസൻസ്, അവരുടെ കോൺഫിഡൻസ്, അവരെങ്ങനെ ക്യാരി ചെയ്യുന്നു, അവർ പോസ് ചെയ്യുന്നത്, അതെല്ലാം വെച്ചിട്ടാണല്ലോ ഒരു നന്നായിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. അത് എനിക്കങ്ങനെ ഒരു ഡിഫറൻസ്. ഓരോ ആൾക്കാർക്കും പ്രത്യേക ഭംഗിയാ, വേറെ വേറെ ഭംഗിയാ. ആ ഭംഗി നമ്മൾ നമ്മുടെ ക്യാമറയിലൂടെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ കോൺഫിഡൻസ് ആണ് മെയിൻ സംഭവം. കോൺഫിഡൻസും പിന്നെ അവരെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, ഇപ്പം ഒരു ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും ഫെയർ ആയിട്ടുള്ളതാണെങ്കിലും ചിലപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല, സൗന്ദര്യത്തിന് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. പറയുമ്പോൾ എല്ലാവരും ഡസ്കി സ്കിൻ ടോൺ മോശം, അവർക്കാണ് കൂടുതൽ കോൺഫിഡൻസും, അവരാണ് നന്നായിട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫോട്ടോയാണ് നന്നായിട്ട് വരുള്ളൂ. ഞാൻ ഷൂട്ട് ചെയ്ത ബ്രൗൺ സ്കിൻ, അതായത് ടസ്കി സ്കിൻ എന്ന് പറയുകയാണെങ്കിൽ ഷോൺ റോമി,
ഷീസ് വെരി ബ്യൂട്ടിഫുൾ. പുള്ളിക്കാരിയുടെ ഓരോ ഫ്രെയിമും ഞാൻ ഷൂട്ട് ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡസ്കി സ്കിൻ പുള്ളിയുടെയാണ്. എനിക്ക് അങ്ങനത്തെ സ്കിൻ വേണമെന്ന് വരെ എനിക്ക് തോന്നിയ അത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ആൻഡ് വെരി ഫ്ലോലെസ് സ്കിൻ. സ്കിൻ ടോൺ അത്ര വലിയ പ്രശ്നമായിട്ടില്ല. പക്ഷെ ഞാനൊരു ഷൂട്ട്, ഒരു ജ്വല്ലറി ഷൂട്ടാണ് ബാംഗ്ലൂരുള്ള. പക്ഷേ അങ്ങോട്ട് പറ സ്പിൽ ടീ. നീ എന്നെ അപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള ഷൂട്ട് ആകുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു ട്രാൻസ്ജെൻഡർ ആണ് അതിലെ മോഡൽ. അപ്പോൾ എന്നെ ഈ പ്രൊഡക്ഷൻ ടീം തന്നെ വിളിച്ച്. പക്ഷെ ട്രാൻസ്ജെൻഡറിനെ കണ്ടാലും പുള്ളിക്കാരി ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നൂല. ബട്ട് ദെൻ ദേ ലാസ്റ്റ് മൊമെന്റ് അവർ ക്യാൻസൽ ചെയ്തു. നോ വി കാൺട്ട് ലൈക്ക് കാസ്റ്റ് ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ. സോ ഐ ഫെൽറ്റ് റിയലി ബാഡ്. കാരണം ഈവൻ ദേ ഓൾസോ വോണ്ട് ടു, അവർക്കും വേണം അങ്ങനത്തെ ഒരു ജ്വല്ലറി ഷൂട്ട് ചെയ്യാണെങ്കിലും. ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഞാൻ അവരെ അപ്രോച്ച് ചെയ്ത് ദുരന്ത കഥയിലിട്ട് അവസാനിക്കണം. അതായത് ഞാൻ അവരെ ഷൂട്ട് ചെയ്ത് ഭയങ്കര, അതായത് എന്ത് ബ്യൂട്ടിയാ. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് മേക്കപ്പ് ചെയ്ത് അവിടെ തന്നെ സാരിയെല്ലാം എടുത്ത് കൊടുത്ത് റെഡിയാക്കി നമ്മൾ കല്ലൂർ പോയി ഷൂട്ടൊക്കെ ചെയ്ത് കുറേ കൊടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോസ് കൊടുത്തില്ലായിരുന്നേ. അപ്പം അതത്ര രസമുള്ള ഫോട്ടോസ് ഒന്നുമല്ല. ഏതോ സെക്കൻഡ് ഫോൾഡറിൽ എന്തോ ആയിപ്പോയതാ. പിന്നെ അവരും പറഞ്ഞത് വേണ്ടാന്ന്. ഒരു 2-3 years ഒക്കെ ഇല്ലേ സൂയിസൈഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ. എന്നിട്ട് ഇനി വേറെ ആരും പ്രശ്നം പറഞ്ഞു ഓർത്ത് ഞാൻ ആർക്കൈവ് ചെയ്തത്. മനസ്സിലായോ? അത് എന്താണോ, ഷീ വാസ് വെരി ഹാപ്പി. അതായത് ഭയങ്കര വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ. പിന്നീട് ഞാൻ ന്യൂസിലാണ് ഇത് കാണുന്നത്. ഷെറിനോ അങ്ങനെ എന്തോ ആണ്. ഭയങ്കര രസമുള്ള സ്കിൻ ടോണും അടിപൊളി സ്കിന്നും ആയിരുന്നു. അടുത്തൊരു സീരിയസ് ടോപ്പിക്കാണ്. വാട്ട് അബൌട്ട് മണി? പണിയെടുക്കുന്നതിനൊപ്പം കാശും കൂടെ കിട്ടണമല്ലോ നമുക്ക് ജീവിക്കണമെങ്കിൽ. അപ്പോൾ കിട്ടുന്ന ആ ഒരു ഏർണിങ്സിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫീമെയിൽസ് ആയതുകൊണ്ട് നമ്മുടെ എമൗണ്ട് നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടേതായ ഒരു വാല്യൂ ഉണ്ടാവും, നമ്മളുടേതായ ഒരു എമൗണ്ടും ഉണ്ടാവും, നമ്മൾ ഒരു പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഡിസ്കഷൻസ് വരുമ്പോൾ എങ്ങനെയാണ്? ആക്ച്വലി മോർ ദാൻ മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ്, ഫീമെയിൽ ഫോട്ടോഗ്രാഫർ, ഞാനിത് എടുത്ത് പറയുന്നത് സൊസൈറ്റി തന്നെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നോണ്ടാട്ടോ. അപ്പം നമ്മൾ ചെയ്യാതിരിക്കുക അല്ല, ചെയ്യാതിരിക്കാന്നല്ല, ലൈക്ക് ഈ ടോപ്പിക് അതല്ലേ. പക്ഷെ ഫീമെയിൽസിനാണ് കൂടുതലും they prefer paying. കിട്ടുന്ന എമൗണ്ട് വർത്ത് ആണെന്നാണോ തോന്നുന്നത്? അല്ല, വർത്ത് അല്ലാത്ത വർക്ക് നമ്മൾ എടുക്കാറില്ല. നമ്മൾ മേടിക്കുമ്പോൾ കൂടുതലാണെന്ന് തോന്നും. പക്ഷെ നമുക്ക് അതുപോലെ അതിനകത്ത് എക്സ്പെൻസുകൾ, അവർ ചിന്തിക്കാത്ത എക്സ്പെൻസുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൂടിയ ഒരാൾ വന്നാൽ അവർക്ക് നമ്മളിപ്പോൾ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് റെൻ്റ് ഔട്ട് ചെയ്തേക്കണേന്ന് അറിയില്ല, ട്രാവൽ, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ടാണ് നമുക്കുള്ളൂ. പക്ഷെ അവർ കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത്രയും എമൗണ്ട്. പക്ഷേ നമുക്കെൻ്റെ അറിഞ്ഞ എന്തെങ്കിലും വേണമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തൊരു ടൈം കോവിഡ് ടൈമാണ്. ബിക്കോസ് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മീഡിയയിലുള്ളവർ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുക എന്നുള്ളൊരു എനിക്ക് ഒത്തിരി പേര് ആ സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു പീരീഡാണ്. കോവിഡ് ടൈമിൽ എന്തായിരുന്നു? ഞങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യാൻ പറ്റിയില്ല. അല്ല, യാമി എന്റെ ഫോട്ടോ എടുക്കും, ഞാൻ യാമിയുടെ ഫോട്ടോ എടുക്കും. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഓൺലൈൻ ഷൂട്ട്. ഞാൻ ആക്ച്വലി അതായത് എന്തെങ്കിലും ചെയ്യണ്ടേ, എന്നിട്ട് നമ്മള് മോഡൽസിന്റെ അടുത്ത് പറയും സാധനം വെച്ചാൽ മതി, ഐ ടേക്ക് ദ സ്ക്രീൻഷോട്ട്. എന്നിട്ട് അങ്ങനെ അതായത് അവിടം വരെ എത്തിയൊന്ന് ആലോചിച്ചാൽ പിന്നെ സെൽഫ് പോർട്രേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ എൻഗേജ്ഡ് ആവും. കാരണം വി ഷുഡ് ഡു സംതിങ്. കാരണം നമുക്ക് ഒന്നും ഇല്ലാതെ വേറെ മണി ഒന്നും കിട്ടുന്നില്ല ഇതിന്ന്. പക്ഷെ ഐ തിങ്ക് ആ സമയത്ത് വി വർ ഓക്കെ അല്ലേ? ഇപ്പൊ ഇത്രയും ചിന്തിക്കുന്ന അത്രയും ബോധം ഇല്ല. ഒരു 4 വർഷം ഇപ്പോഴേ ഈ ബോധം, 4 വർഷം പിന്നത്തെ ബോധം ഇല്ല. അതായത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ പകുതി പ്രശ്നം സോൾവ് ആയി. പിന്നെ സെക്കൻഡ് വേവിൽ ഞങ്ങൾ വെറും പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് 2 ആഴ്ച ഈ വീട്ടില്, 2 ആഴ്ച എല്ലാവരും ഒരു വീട്ടിലായിരിക്കും. നമ്മളൊരു 10-12 പേരും കൂടി ഒരു ഫ്ലാറ്റിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഡേയ്സിന്റെ ഫ്ലാറ്റില് 2 weeks അവിടെ നിന്ന് മടുക്കുമ്പോൾ അടുത്ത എന്റെ ഫ്ലാറ്റിൽ, അങ്ങനെ പിന്നെ അല്ലെങ്കിൽ വേറൊരാളുടെ ഫ്ലാറ്റിൽ, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫണ്ണായിരുന്നു. എനിക്ക് കൊറോണ ടൈമിൽ മറ്റേ ഈ സെൽഫ് പോർട്രേറ്റ് വീഡിയോസ് എടുത്തിട്ട് അതെടുത്തിട്ട് ടിക്ടോക്കിലിടും. അപ്പോൾ ടിക്ടോക്കിൽ നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലോട്ട് വരും. ഇഷ്ടംപോലെ ഫോളോവേഴ്സ്. പിന്നെ അതെനിക്കൊരു ഹരായി മാറി. പിന്നെ ഞാൻ കോവിഡ് ടൈമിൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതറിയില്ലേ? ക്ലബ് ഹൗസ് ഞാൻ മറ്റേ ടിൻഡർ 2.0 അതിലൊന്നും അല്ലായിരുന്നു. ഞാൻ ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നമ്മൾ തന്നെ ഒരു സംഭവം ഇറക്കിയിട്ട്
ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ നീ ഉണ്ടായിരുന്നില്ലേ അതില് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ട് നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നില്ല അബൌട്ട് ഫോട്ടോഗ്രാഫി വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ദാറ്റ് വാസ് ഫൺ റിയലി ഫൺ നല്ലതായിരുന്നു. പക്ഷെ ഈ സെയിം ഗ്രൂപ്പിൽ ഇതുപോലൊരു ഗ്രൂപ്പിൽ ഇതൊരു പ്രശ്നം ഉണ്ടായി. അതായത് എ ബഞ്ച് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ഗ്രൂപ്പ് സമാധാനപരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. പെട്ടെന്ന് ഒരു സൂപ്പർ സീനിയർ ആയിട്ട് ഒരാൾ വന്നിട്ട് നമുക്കറിയണ വേറൊരു ഫീമെയിൽ ഫോട്ടോഗ്രാഫറിനോട് ചോദിക്കുകയാണ് എന്തൊക്കെയോ ടെക്നിക്കൽ ടേംസ്, അതായത് ഈ ഫോട്ടോഗ്രാഫിയിൽ തന്നെ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് കോൺഷ്യസ് ആയി ഭയങ്കര ഇന്റിമിഡേറ്റഡും ആയി. അതായത് ഒന്നാമത്തെ കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അവിടെ വന്നിരുന്നിട്ട് നമ്മളടുത്ത് ഒന്ന് മാറിയെന്ന് ചോദിച്ചിട്ട് നോക്കിയിട്ടെങ്കിൽ, അതായത് അവൾ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാ, അത് അവൾ അറിയണമെന്നില്ല. ഷീസ് ടേക്കിംഗ് ഗുഡ് പിക്ചേഴ്സ്, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അവൾക്ക് അതിന്റെ പിന്നിലുള്ള എല്ലാം അറിയണം. അപ്പോൾ ഐ ഫെൽറ്റ് റിയലി ബാഡ് ആൻഡ് അപ്പം ലൈക്ക് വി വർ ഓൾ വിത്ത് ഹെർ. അതായത് അങ്ങനെ ചോദിച്ച പുള്ളിക്ക് കുറച്ച് അറിയാന്ന് മനസ്സിലായി. അങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. എനിക്കിതറിയാം, നിങ്ങൾക്ക് ഇതറിയില്ല. നീ ലൈവിൽ വന്നു പറയുന്നോ ചെയ്തു? ലൈവിലൊക്കെ പോയി ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, എന്നെ ഡേസിനെ ലുലു മാളിന്റെ പുറത്ത് ഒരു ഓട്ടോക്കാരൻ പുള്ളി ചെയ്ത് ഞങ്ങളൊപ്പം തന്നെ വീട്ടിൽ വന്ന് ലൈവ് ഇട്ടു. ക്ലബ് ഹൗസിൽ അത് ക്ലബ് ഹൗസിൽ അത് പിന്നീട് അവൾ ഈ ഇഷ്യൂ ഇൻസ്റ്റഗ്രാമിലേക്ക് എടുത്തു. ഫോട്ടോസ് എടുക്കണമെങ്കിൽ ടെക്നിക്കലി അറിയേണ്ട ആവശ്യമില്ല. ലൈക്ക് ചോദിക്കുന്ന വേർഡ്സ് നമ്മൾ ആരും കേട്ട് അയാൾ തന്നെ അപ്പൊ തന്നെ എടുത്തതായിരിക്കും എവിടെന്നെങ്കിലും. അങ്ങനെ കേൾക്കാത്ത വേർഡ്സ് ഇപ്പം ഷട്ടർ സ്പീഡ് എത്ര തുറക്കുമ്പോഴും എത്ര ലൈറ്റ് കയറുന്ന അങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ പറഞ്ഞ അതേപോലെ ഇതുപോലെ. അതായത് എന്തോ ഒരു കോളേജിലൊക്കെ വൈവിക്ക് കയറുമ്പോൾ നമ്മോട് ചോദ്യം ചോദിക്കില്ലേ, ഇതിപ്പോ അയാളോടൊന്നല്ല ആരോടും ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ എത്ര നല്ലത്, കൊള്ളാമെങ്കിൽ എത്ര ഉള്ളു. അതിന്റെ അപ്പുറത്തേക്ക് ഇത് എങ്ങനെ എടുക്കുന്നത്, എന്താ സെറ്റിങ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, വന്ന പെട്ടുപോകുന്നത്. ഓക്കെ, ഡേസി ചേച്ചി എങ്ങനെയാണ് DJ ഡേസി ആയി മാറിയത്? ഫോട്ടോഗ്രാഫർ ആണ്, DJ ആണ്, മോഡലാണ്. എന്താ ഒരു പാട്ട് പഠിക്കാൻ നേരത്തെ അത് ഞാൻ DJ വിടുന്ന റിംഗ് ആണെന്നൊക്കെ. മെയിനായിട്ട് എനിക്ക് ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ആള്. രാവിലെ എഴുന്നിട്ട് തന്നെ ബ്രഷ് ചെയ്യാനായിട്ട് പോകുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം എപ്പോഴും എനിക്ക് വെറുതെ ഇരിക്കാൻ കുക്ക് ചെയ്യുമ്പോഴും പാട്ട് വേണം. അപ്പോൾ DJ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൺട്രോളർ വാങ്ങി പഠിച്ചു. പിന്നെ ഞാൻ ചെറുതായിട്ട് ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് താളബോധമുണ്ട്. അപ്പോൾ ബീറ്റ് മാച്ച് ചെയ്യാൻ അത് തന്നെ ഭയങ്കരമായിട്ടും കാരണം ഒരു ഹെൽപ്പ് ചെയ്തു. പിന്നെ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ഡൂയിങ് പ്രോപ്പർ ഞാൻ ഡേസി മുന്നേ DJ ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുന്നേ ഞാൻ ടെക്നോയ്ക്ക് വൈബ് ചെയ്യുമ്പോൾ ഡേസി ഇവളെന്റെ അടുത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഡാൻസ് ലിറിക്സ് ഇല്ലാത്ത പാട്ട് വെച്ച് നിങ്ങൾ എങ്ങനെ നിനക്ക് എന്താണ്, നീ എന്തിനാണ് ഇങ്ങനെ ചില്ല് ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് ശോക ഇത്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഞാൻ കളിച്ചോണ്ടിരിക്കും, ഡേസി നോക്കുമ്പോ ഡേസി ഇങ്ങനെ ഞാൻ പോവാണ്. ടെക്നോ ആണ് ഇഷ്ടം, ടെക്നോനേക്കാളും നല്ലത് ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞു എന്നെ DJ ഡേസി കൊള്ളാം. ഞാനൊക്കെയാണെങ്കിൽ DJ അഞ്ജന ഒന്നാണല്ലേ. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ്, അത് ചേച്ചിക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. രണ്ടും കൽപ്പിച്ച് കയറിയതായിരിക്കുമല്ലോ അതിനകത്തേക്ക്. ലൈക് ബിഫോർ ബിഗ് ബോസ് കുറെ പേര് പറഞ്ഞായിരുന്നു. എൻ്റെ ലൈഫിലെ ഒരു ഭയങ്കര ഹെവി ഹാർഡ് ടൈമിലായിരുന്നു ഞാൻ ഇതിനുള്ളിൽ കയറിയത്. അപ്പൊ എല്ലാവരും പറഞ്ഞത്. പക്ഷെ എന്നെ സത്യം പറയാനുള്ള ഏഷ്യാനെറ്റ് എന്ന് വിളിച്ച സമയത്ത് ലൈക്ക് ഞാൻ പോയത് ഫീമെയിൽ ഫോട്ടോഗ്രാഫി കാറ്റഗറിന്നാണ്. ദേ സെഡ് ഡേസി ബീറ്റ് ഹിന്ദി, തെലുഗു, തമിഴ്, കന്നഡ, മലയാളം ഒരു ഇതിലും ഫീമെയിൽ ഫോട്ടോഗ്രാഫി കാറ്റഗറിയിൽ നിന്ന് ആരും വന്നിട്ടില്ല. സോ ഡു യു വോണ്ട് ടു ബി ദ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. ദെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഓ ഷിറ്റ്, എനിക്ക് വേണ്ടി ഞാൻ എന്നാ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ പോട്ടെ, ഞാൻ പോവാം, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയ ആളാ. പക്ഷെ ഐ റിയലി റിഗ്രറ്റ് ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ്. സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈതർ ബ്രേക്ക് ഇറ്റ് ഓർ മേക്ക് ഇറ്റ്, അതിന്റെ മിഡിൽ ഗ്രൗണ്ട് ഇല്ല. ഒന്നില്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഇവിടെ കൊണ്ടു നിർത്തും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആയിരിക്കും. അതിന്റെ ഇടയിൽ ഒരു സംഭവം വളരെ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ. സോ എൻ്റെ ഇവിടെയായിരുന്നു. ഞാൻ ഇവിടെയുമല്ല, ഒരു
കുഴപ്പമില്ലാത്തൊരു പക്ഷേ ഞാൻ ഇതിന്ന് പുറത്തിറങ്ങിയ സമയത്ത് കുറേ സൈബർ ബുള്ളീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്ന ഞാനും കോൺട്രവേഴ്ഷ്യൽ ഷൂട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്നാൽ പോലും അതിൽ പോലും എനിക്ക് ഫുൾ സപ്പോർട്ട് തരുന്ന ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 1% എങ്ങാനും സൈബർ ബുള്ളി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനത് ബോധറേ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചെറുപറ ഇതായപ്പോഴേക്കും ഞാനാകെ യാമിനൊക്കെ വിളിച്ച് കരഞ്ഞ് യാമി റെഡി വിട്ട് കളയണം അവിടെ വെച്ച് അറിയായിരുന്നു നെഗറ്റീവ് ആയിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ല അവിടെ. നമുക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് എനിക്കറിയില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല ഇവര് എന്താണ് കാണിക്കുന്നതെന്ന്. കാരണം അത് എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ഒരു 1 month. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. യാമി ശോഭന മാമിനെ ഷൂട്ട് ചെയ്തപ്പോ സീൻ അയ്യോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതായത് ഞാൻ പനിയായിട്ട് കിടക്കുകയായിരുന്നു വീട്ടില്, ഒരു ഡോളോ കഴിച്ചു കിടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കോള്, അന്ന് എനിക്ക് 1-2 വേറെ ആർട്ടിസ്റ്റുകളെ ഷൂട്ട് ചെയ്യേണ്ട ആളായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, ബിക്കോസ് പനിയായിട്ട് കിടക്കാണല്ലോ. പനി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പനി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു അൺനോൺ നമ്പറിൽ കോള് വന്നു, ഞാൻ എടുത്തില്ല. എന്നിട്ട് ഞാൻ പിന്നെ എടുത്തു. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു ചേച്ചിയാണ്, പുള്ളിക്കാരി വിളിച്ചിട്ട് യാമി ഇപ്പോൾ ഫ്രീ ആണെന്ന് വെച്ചപ്പം ഒരു ഷൂട്ട് ക്രൗൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറ്റില്ല പാവരെത്തി. അപ്പം തന്നെ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ നോ പറയാൻ പോകാതെ. അപ്പം തന്നെ ചേച്ചി ശോഭന മാമാണ്, ഞാൻ ഞാൻ ഓവർ ബുക്ക് ചെയ്തിട്ടാണ്. അപ്പം തന്നെ ഒരു ഡോളയും കൂടി കഴിച്ച് ഞാൻ നേരെ ഇങ്ങനെ ഡിസ്ബിലീഫിലാണ് കേട്ടോ. ഞാൻ നേരെ ക്രൗൺ പ്ലാസയിൽ പോയി പുള്ളിക്കാരിനെ കണ്ടപ്പോൾ അതൊന്നും എനിക്ക് അതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എന്നിട്ട് ആള് വന്നു ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇല്ല, ആ ക്രൗണിൽ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും ആ ക്രൗണിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അമ്മയുടെ പ്രോഗ്രാം വാസ് ഹാപ്പനിങ്. ഞാൻ പുള്ളിക്കാരനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തൊരു സ്പേസിലാണ് നിൽക്കുന്നത്. ഞാൻ 2 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ലേ ഒരു ഹ്യൂജ് ക്രൗഡ് ഉണ്ട് അതിൻ്റെ പിന്നിൽ, ഇവർ ഇത് ഷൂട്ട് ചെയ്യുന്ന കാണാൻ. എടാ അവിടെ അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, പലരും പല സ്ഥലത്തു നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്രൗഡില്ലേ, എന്നിട്ടും ആള് എനിക്ക് അവിടെ ലൈറ്റ് ഒന്നും ഇല്ലാതാണല്ലോ പോകുന്നത്, ലെസ് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. ജസ്റ്റ് ഒരു ക്യാമറ കൊണ്ട് പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ തന്നെ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പോകുന്ന വഴി അപ്പോഴും എനിക്കിത് ആരെയും വിളിച്ച്, ഞാൻ ഫസ്റ്റിനെ സാനിയനെ വിളിച്ച് പറയുമോ അങ്ങനെ അവളെന്നെ അല്ല, ഞാൻ അവൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനൊരു സീനുണ്ട്. അപ്പോൾ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, സി ഐ ഗെറ്റ് ഇറ്റ്, യു ആർ നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ, പക്ഷേ ഫോർ ഷുവർ നീ പുള്ളിക്കാരനെ കാണുമ്പോൾ ഒരു സെൽഫി എടുക്കാതെ തിരിച്ച് വരരുത് എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ അങ്ങനെ ആരുടെയും കൂടെ പോയി അങ്ങനെ പക്ഷെ ഞാൻ സെൽഫി എടുത്തു കേട്ടോ. അതൊരു വൃത്തികെട്ട സെൽഫി. ഞാൻ അത് എക്സൈറ്റ്മെന്റ് കൊണ്ടിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാനിപ്പോൾ ആരെ ഷൂട്ട് ചെയ്തെന്ന് അമ്മ ഗസ്സി എന്ന് പറഞ്ഞു. അപ്പം അമ്മ ആരാ? ഞാൻ പറഞ്ഞു അതിനാണല്ലോ ഗസ്സി ഞാൻ പറഞ്ഞത്. ഗസ്സി അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞു അമ്മ പറ. അപ്പം എൻ്റെ ഊബർ ഡ്രൈവർ വരെ ഗസ്സി ഇത് വന്ന്, ബിക്കോസ് ഞാൻ അങ്ങനെ പറയാണ് ഗസ്സി. അപ്പം അമ്മ പിന്നെ ആരെ ശോഭനൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ അമ്മ ആണ് ശോഭനയാണ്. പക്ഷെ അന്ന് എനിക്ക് അമ്മ അത് പറഞ്ഞിട്ട് പിന്നീടും എനിക്ക് ഈ പിക്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം ഐ വാസ് ക്രൈയിങ്, ബിക്കോസ് എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ വന്ന് കണ്ണീരാൻ തോന്നുന്നു. പക്ഷെ സന്തോഷിക്കുന്നതിന് പകരം ഞാൻ സാഡായിരുന്നു ആ സമയത്ത് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇമോഷണലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്ത ഒരു സെലിബ്രിറ്റി ആരായിരിക്കും? എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സെലിബ്രിറ്റിയിലൊരാൾ മിലൻ സോമനാണ്. മിലൻ സോമനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ ലെജൻഡ്. ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിലൊക്കെ ക്രഷ് ചെയ്തുകൊണ്ടിരുന്ന ഐ വാസ് ക്രഷിങ് ഓൺ ഹിം. സോ എനിക്ക് ഒരു ടീമിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ തമിഴ്നാടു ടൂറിസത്തിൻ്റെ ഒരു കാലണ്ടർ ഷൂട്ടാണ്. അപ്പം ഐ വാസ് സോ എക്സൈറ്റഡ്. എനിക്കറിയില്ല, ഞാൻ നല്ല ബഡ്ജറ്റുള്ളതാണെങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് വന്ന് ചെയ്തോളാം, എന്നാലും കുഴപ്പമില്ല. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചു ഞാൻ മിലൻ സോമൻ വരെ എത്തിപ്പെടുന്നു. പക്ഷെ എനിക്കത് എന്താ പറയുക, പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്താൽ പുള്ളിക്കാരൻ എന്നെ അങ്ങനെ കാണുമോ, പക്ഷെ ഭയങ്കര ഈസി ടു വർക്ക്. പുള്ളിക്കാരൻ ആ ഒരു ഞാൻ അത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് ഹി വാസ് സോ ഗുഡ് ടു മീ. ലൈക്ക് ഐ വാസ് സോ കംഫർട്ടബിൾ വിത്ത് ഹിം. പുള്ളിക്കാരൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ്, ഒരു ഫോട്ടോ കണ്ടിട്ട് ദിസ് ഷുഡ് ഗോ ഫോർ GQ എന്ന് പറഞ്ഞു. എനിക്ക് അത്രയും എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മോഡൽ മിലൻ സോമൻ. ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത്. സൂപ്പർ ലെജൻഡ്. അങ്ങനെ എനിക്ക് ഒരാളായിട്ട് പറയാൻ എനിക്ക് അങ്ങനെ ഇതില്ല. എല്ലാവരായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ
ഞാൻ ഷൂട്ട് ചെയ്ത എല്ലാവരും ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് നിർത്തുന്ന ആളാണ്, പെട്ടെന്ന് നിർത്തും. അതിന് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ചില ആൾക്കാർ പറയും ഒരു 4-5 ഫോട്ടോ കിട്ടുമ്പോൾ ഒക്കെ സിന്ധു ചേച്ചിക്ക് എന്നോട് പറയും കിട്ടിയില്ലേ, ഓക്കെ നിർത്താം. അതായത് ഈവൻ 5 minutes പോലും ആവൂലായിരിക്കും. പക്ഷെ അങ്ങനെ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളെ പറയാനല്ല. ഓക്കെ കുഞ്ഞിപ്പാറ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആരും തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ആ ഒരു ഇതിൽ പെരുമാറിയിട്ടില്ല. എല്ലാവരും ആ ഷൂട്ട് ചെയ്തു ഓക്കെ. സെലിബ്രിറ്റീസിൻ്റെ കയ്യില്ല ചോദിക്കുന്നത്. ഞാൻ കൂടുതലും റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും മോഡൽസിൻ്റെയും ഒക്കെയാണ്. സെലിബ്രിറ്റീസിൻ്റെ ഒരാളുടെ 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്തിട്ടില്ല. ഒരുപാട് ബോൾ ഷൂട്ട്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ചേച്ചി. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഷൂട്ട്സ് ചെയ്യുമ്പോഴേക്കും സൊസൈറ്റിയുടെ കണ്ണിൽ കാണുന്നത് വേറെ രീതിയിലാണ്. ഇപ്പോൾ ഒരുപാട് മാറി. പക്ഷേ പഴയതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മിഡിൽ ടൈമിൽ പോലും ആളുകൾ കാണുന്നത് അത് ഇതെന്ത് ഫോട്ടോ ആണ്, ഇതെന്താണ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരുപാട് ബോൾ ഷൂട്ട്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ചേച്ചി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ആർട്ടായിട്ട് അതിനെ കാണാന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് ആളുകൾ അതിനെ ആ രീതിയിൽ കാണും. അങ്ങനത്തെ ഷൂട്ടുകൾ ചെയ്യുമ്പോൾ ചേച്ചി കിട്ടുന്ന റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു? ഞാൻ ഐ സ്റ്റാർട്ടഡ് ഫോട്ടോഗ്രാഫി ഫ്രം മുംബൈ. അപ്പം മുംബൈയിൽ ബിക്കിനി ഷൂട്ട്സ് ആൻഡ് ഓൾ ഇസ് ഫൈൻ. പക്ഷെ ഞാനത് വീട്ടിൽ വന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മമ്മീനെയും ഡാഡിനെ കാണിക്കുമ്പോൾ ഡാഡി വാസ് സ്റ്റിൽ ഫൈൻ. മമ്മി പറയും നങ്കി പുങ്കിയിലൊക്കെ ഫോട്ടോ ഒക്കെ ആക്കി ഇച്ചിരി അത് മമ്മിക്ക് അത് എന്താ പറയുക, ഈ നങ്കി പുങ്കി എന്ന് പറഞ്ഞാൽ തുണിയില്ലാത്ത പെണ്ണുങ്ങളുടെ ഫോട്ടോ. അപ്പം ഞാൻ പറയും മമ്മി ഇറ്റ്സ് എൻ ആർട്ടല്ല ആർട്ടും കട്ടപ്പൊക്കെ പറയും മമ്മി ആ സമയത്ത്. സോ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന റെസ്പോൺസ് ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു. പക്ഷെ പബ്ലിക്കലി ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ ഇവിടെ ചെയ്ത കുറച്ച് ഷൂട്ട്സ് ഉണ്ട്, കേരളയിൽ ചെയ്ത എല്ലാത്തിലും ചൊറിയാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഒരു ന്യൂഡിറ്റി അല്ലെങ്കിൽ ആ ഒരു വൾഗറായിട്ട് ആൾക്കാരെ ഞാനത് അങ്ങനെ പോർട്രേയും ചെയ്യില്ല. ഈവൻ ഇഫ് ഐ എം ഡൂയിങ് എ ബൂദ്വാ ഷൂട്ട്, എന്നാലും അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ടാവും. ലൈറ്റ്സ് ആൻഡ് ഷാഡോസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യും. സോ അതിനങ്ങനെ എന്താ പറയുക, അത്രയും വൾഗറായിട്ടുള്ളൊരു പിക്ചറാണെന്ന് ആൾക്കാർക്ക് തോന്നാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ ക്യാമറയിൽ കൂടെ പോർട്രേ ചെയ്യുന്നത്. എന്താണ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? അങ്ങനെ ഫീമെയിൽ മെയിലും തിരിച്ചു കാണണ്ടെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോ ആരെ സപ്പോർട്ട് പേടിച്ച് അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ശരിയാവും, ശരിയാവാതെ എവിടെ പോകാൻ. അപ്പൊ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഇല്ല, അപ്പൊ നമ്മൾ ഫാമിലി അറിയാതെ ചെയ്യണം. ഞാൻ അങ്ങനെ അപ്പൊ ഫാമിലി സപ്പോർട്ടാണെങ്കിൽ അത് ഇത്ര നല്ല കാര്യം. അവർക്ക് പിന്നെ ഒന്നും നമ്മളുടെ ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപദേശം അവർക്ക് വേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇല്ലാതെ അല്ലെങ്കിൽ ഇതൊന്നൊരു ഇൻകം ഇനി വരുമോ, ഇനി ഇതൊരു പ്രൊഫഷനായിട്ട് അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ ഉള്ളത്, നമുക്ക് അത്ര ഇഷ്ടം എന്തിനോടെങ്കിലും ഉണ്ടെങ്കിൽ ഡൂ സംതിങ് അബൌട്ട് ഇറ്റ് എവറി ഡേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എല്ലാവരോടും. അതായത് ഇപ്പോൾ കളറിങ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നാളെ പോയി ഒരു പെയിൻറ്റ് മേടിച്ചാൽ മതി. നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ മതി. മോഡൽസ് ഇല്ലെങ്കിൽ കൂട്ടുകാരെ വെച്ച് ഷൂട്ട് ചെയ്യുക, ഇതില്ലെങ്കിൽ റെൻ്റ് എടുക്കുക, പൈസ ഇല്ലെങ്കിൽ കടം മേടിക്കുക. ഞാൻ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ ചേച്ചി എൻ്റെ ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുട്ടികൾ വരും, പെൺകുട്ടികൾ വരും. അപ്പം അവരുടെ അടുത്ത് ഞാൻ പറയുന്നത് യു ഗൈസ് ഷൂട്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം സെക്യൂർ എ ജോബ് ഓൾസോ. ലൈക്ക് യുനോ സ്റ്റഡി, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ലൈക്ക് യുനോ ഇപ്പം ഞാൻ ചെയ്ത മാതിരി തന്നെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്കിൽ കയറി. അറ്റ് ദ സെയിം ടൈം ഐ എം ഡൂയിങ് ദിസ് ഓൾസോ പാർട്ട് ടൈം പോലെ ഞാൻ അത് ചെയ്തിട്ട്. ആൻഡ് ദെൻ എല്ലാവരുടെയും വർക്ക് ആവണമെന്ന് ഇല്ല. അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി, യുവർ ടാലൻറ്റ്. ആൻഡ് ദെൻ ഇതിൽ നിനക്ക് സക്സസ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ ഡൂ ദിസ് ഓൺലി. അത് വിട്ടുകള. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലോട്ട് തന്നെ കിടക്ക്. സോ ദാറ്റ് യു നോ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട്. അല്ലാതെ നമ്മൾ വെറുതെ ക്യാമറ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി നന്ദി മാത്രമുള്ളല്ലേ. താങ്ക് യു പാറു. എങ്ങനെയുണ്ടായി യാമി, പറയൂ? നല്ല രസം, മനസ്സ് തുറക്കാൻ പറ്റിയില്ലേ? ഫീൽ ചെയ്തില്ല. ഹാഫ് അവർ എന്ന് പറഞ്ഞു വന്നതാ. ഇപ്പൊ എത്ര താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ്. അതായത് ഇപ്പൊ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യാമി പറഞ്ഞാൽ അത് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വി ഷുഡ് ഓൾസോ ടോക്ക് അബൌട്ട് വാട്ട് വി ആർ ഗോയിങ്. നമ്മൾ ഇനിഷ്യലി അങ്ങനെ വന്ന ആൾക്കാരായതുകൊണ്ട് പറയുന്നേ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും സക്സസ് ആവട്ടെ. ഇനിയും ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് ഷൂട്ടുകൾ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റീസിന്റെ കൂടെ, അല്ലെങ്കിൽ ഓക്കെ ആഗ്രഹിക്കുന്ന മോഡൽസിന്റെ കൂടെ ഒക്കെ പാർവതിയുടെ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഡേറ്റ്സ് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത് നമ്മുടെ 3 പേരുടെയും മോഡൽ പാറുവാണ്. പാറുവിന്റെ അടുത്ത ഷൂട്ടായിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സെറ്റാ.